യുഎസും ഇസ്രായേലും നടത്തിയ സംയുക്ത ആക്രമണത്തിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറിൻ്റെ നാവികസേനാ കമാൻഡർ അലി റോസ കൊല്ലപ്പെട്ടു. പശ്ചിമേഷ്യയിൽ സമാധാനം ഇനിയും എത്രയോ അകലെയാണ്. അമേരിക്കയുമായി ചർച്ച നടത്തുന്നുവെന്ന് തുറന്നു പറയാൻ ഇറാൻ നേതാക്കൾ ഭയപ്പെടുന്നു എന്ന് പരിഹസിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. അതേസമയം യുഎസുമായി ഒരു ചർച്ചയും നടക്കുന്നില്ല എന്ന് ഇറാൻ അസന്നിഗ്ധമായി വ്യക്തമാക്കുന്നു. രഹസ്യ ചർച്ചകളോ പരസ്യ പ്രസ്താവനകളോ ഏതാണ് പുതിയ ഭൗമരാഷ്ട്രീയ സാഹചര്യത്തെ രൂപപ്പെടുത്തുന്നത്? യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാൻ മുന്നോട്ട് വെച്ചത് 5 നിബന്ധനകളാണ്. യുഎസിൻ്റേത് 15 പരിപാടികളാണ്. ഇതിനിടെ ഇറാനും ലബ്നനും ആക്രമണം തുടരുകയാണ്. റഷ്യ ഇറാനുമായി രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. റഷ്യ പരിശീലനം നൽകിയതായും വിവരങ്ങൾ ഉയരുന്നുണ്ട്. സമാധാനത്തിന് വഴിയൊരുക്കുകയാണോ ലോകം? അല്ലെങ്കിൽ കൂടുതൽ സംഘർഷത്തിലേക്ക് നീങ്ങുകയാണോ കാര്യങ്ങൾ? എപ്പോഴും സമാധാനത്തിനാണ് മുൻഗണന എന്ന് വൈറ്റ് ഹൗസ് പറയുന്നുണ്ട്. അതേസമയം നരകം അഴിച്ചുവിടാൻ തയ്യാറായിരിക്കുന്നുവെന്ന് ട്രംപ് ഭീഷണിയും മുഴക്കുന്നു. അമേരിക്കയുടെ യഥാർത്ഥ തന്ത്രം എന്താണ്? യുദ്ധത്തിൻ്റെ വ്യാപ്തി കൂടുതൽ രാജ്യങ്ങളിലേക്ക് പടരുമ്പോൾ ന്യൂസ് 18 ഈ വിഷയം ചർച്ച ചെയ്യുന്നു. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. യുദ്ധഭൂമിയിൽ നിന്ന് കൂടുതൽ ശക്തമായ വിവരങ്ങൾ ഒക്കെ പുറത്തു വരുന്നുണ്ട്. അവിടെ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് പല ഇടങ്ങളിലും പ്രത്യാക്രമണം നടത്തുന്നു എന്ന് ഇറാൻ്റെ അവകാശവാദം വരുന്നു. ഇസ്രായേൽ പറയുന്നത് അത് തെഹ്റാനിലേക്ക് കൂടുതൽ ആക്രമണങ്ങൾ നടത്തുന്നു എന്ന് പറയുന്നു. ഈ ഖംനേയുടെ വധത്തിന് ശേഷം സാഹചര്യം കൂടുതൽ രൂക്ഷമാകുന്നു എന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഇറാൻ യുഎസിൻ്റെ മിലിറ്ററി കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നു. അതോടൊപ്പം ഈ ഏറ്റവും ജനസാന്ദ്രതയുള്ള മേഖലകളിലേക്ക് ആക്രമണം വരുന്നു എന്നതാണ് ഇപ്പോൾ ചില വിവരങ്ങളായി പുറത്തു വരുന്നത്. സ്വാഭാവികമായി എന്നോടൊപ്പം ജോസഫ് ബാംഗ്ലൂരിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീ ജോസഫ്. ഹലോ. ഈ ഗ്യാസ് കിട്ടാതായപ്പോഴാണ് മലയാളിക്ക് യുദ്ധത്തിൻ്റെ ഒരു തീവ്രതയുടെ ആദ്യഘട്ടം മനസ്സിലായത്. ഇനി സമാധാനം എല്ലാവരും ആഗ്രഹിച്ചു തുടങ്ങിയോ ശ്രീ ജോസഫ്? അല്ലെങ്കിലും ഗുഡ് ഈവനിങ് പറഞ്ഞു. ഗുഡ് ഈവനിങ്. കുറെ ദിവസമായി എന്നോട് സംസാരിച്ചിട്ടിടയ്ക്ക് ഞാൻ കിരണോട് സംസാരിക്കുകയായിരുന്നു. അത് ശരി. അതെ അതെ അതെ, നമ്മൾ കുറച്ച് ദിവസമായി. ഇന്ന് വളരെ സ്മാർട്ട് ആയിട്ടുണ്ട്. കൺഗ്രാജുലേഷൻ. നല്ല വെൽ ഡ്രസ്. അത് ശരി, താങ്ക് യു. അപ്പോ ടോപ്പിക്കിലേക്ക് വന്നു കഴിഞ്ഞാല് ഇതിന് 2-3 ഭാഗങ്ങളുണ്ട്. ഒന്നിത് ഒരു ഗ്ലോബൽ ലോബി, ഈ യുദ്ധോപകരണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഗ്ലോബൽ ലോബിയുണ്ട്. അത് ചെയ്യുന്ന അമേരിക്കയിലാണ് ബേസിക്കലി. ആ ലോബിയുടെ ആവശ്യമാണ് ഇടയ്ക്ക് ഇങ്ങനെ യുദ്ധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, ഈ യുദ്ധോപകരണങ്ങൾ വിൽക്കുക, അവർ പൈസ ഉണ്ടാക്കുക. അതിപ്പോ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് ചെന്നാലും നമുക്കറിയാം, എല്ലാ ടെററിസ്റ്റുകളുടെ ഇടയ്ക്ക് ചെന്നാലും നമുക്കറിയാം, റഷ്യ ആയാലും ശരി, ഏത് രാജ്യങ്ങളും നമ്മൾ സമാധാനം വേണമെന്ന് പറയുന്ന രാജ്യങ്ങളെല്ലാം തന്നെ കുറച്ച് അവരുടെ തുരുമ്പടിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഇത് വിറ്റഴിക്കാനുള്ള ശ്രമങ്ങൾ ചെയ്യുക. ഈ യുദ്ധലോബി ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുള്ളത് അത് ഒരു വശം. രണ്ടാമത്തെ കാര്യം കടന്നു കഴിഞ്ഞാൽ ഈ ട്രംപ് എന്ന് പറയുന്നത് അയാൾക്ക് എന്തോ മാനസിക പ്രശ്നമുള്ള ഒരു വ്യക്തിയാണെന്നായിട്ട് എനിക്ക് തോന്നുന്നത്. ഒരു ഭരണാധികാരി എന്ന നിലയിൽ അയാളെ ഒരിക്കലും കാണാൻ പറ്റത്തില്ല. അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ 24 മണിക്കൂർ പോലും തികയുന്നതിന് മുമ്പ് ആ സ്റ്റേറ്റ്മെന്റ് മാറ്റുന്നു. അതിന് ഘടകവിരുദ്ധമായി പ്രവർത്തിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു രാജ്യത്തിന്റെ കയ്യിലാണ് ന്യൂക്ലിയർ വെപ്പൺ ഏറ്റവും കൂടുതൽ ഉള്ളത്. അപ്പൊ ഇറാനെ അല്ല നമ്മൾ ഭയപ്പെടേണ്ടത്, ഈ അമേരിക്കയാണ് നമ്മൾ തികച്ചും ഭയപ്പെടേണ്ടതാണ്. ഈ വട്ടുപിടിച്ച ഇയാള് ഇറാനെ കൊണ്ടേ ഒന്ന് പൊട്ടിച്ചാലും അതിന്റെ തീർത്ഥഫലങ്ങൾ അനുഭവിക്കേണ്ടത് ഇങ്ങോട്ട് ലോകം മുഴുവൻ അതിന്റെ ഫലങ്ങൾ അനുഭവിക്കേണ്ടത്. അതുകൊണ്ട് ആണവായുധത്തിലേക്കൊന്നും ആണവ യുദ്ധത്തിലേക്കൊന്നും ലോകം പോകില്ല എന്ന ഒരു വലിയ ഉറച്ച വിശ്വാസത്തിലാണ് നമ്മളെല്ലാവരും. ഏതായാലും ശ്രീ ജോസഫുമായി കുറേ നാളുകൾക്ക് ശേഷം സംസാരിക്കാൻ കഴിഞ്ഞു. വളരെയധികം സന്തോഷം. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് നമ്മുടെ മലയാളികളൊക്കെ പൊതുവേദി കാണുന്നു എന്നറിയുന്നത് തന്നെ വലിയ സന്തോഷം. താങ്ക് യു ജോസഫ്. അപ്പോൾ എന്നോടൊപ്പം രമേഷ് കൂടി ചേരുകയാണ് ബത്തേരിയിൽ നിന്ന്. ശ്രീ രമേഷ് കേൾക്കാമോ?
ഓക്കെ. ഞാൻ മിസ്റ്റർ ചന്ദ്രൻ നായർ, നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. ശ്രീ ചന്ദ്രൻ നായരിലേക്ക് വരുന്നതിന് മുമ്പ് GCC ഇപ്പോൾ ഒരു പ്രധാന പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. GCCയുടെ ജനറൽ ജാസിം മുഹമ്മദ് അൽ ബുദാവി പറയുന്നത് ഇറാൻ വളരെ ആസൂത്രിതമായി GCC രാജ്യങ്ങളെ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തുന്നു. അത് ആണ് ഇതിൻ്റെ ഒരു ഗതികൾ മാറ്റുന്നത്, ഈ സാഹചര്യത്തിൻ്റെ ഗതി മാറ്റുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. ശ്രീ ചന്ദ്രൻ നായർ, ചുരുങ്ങിയ വാക്കുകളിൽ, നമുക്ക് ഒട്ടും സമയമില്ലാത്തതുകൊണ്ടാണ് ഒരുപാട് പ്രേക്ഷകർ കാത്തു. യുദ്ധം തുടങ്ങിയ സമയത്ത് തുടങ്ങിയതിന് ശേഷം നമുക്ക് ഗ്യാസിന് വില കൂടിയപ്പോൾ നമ്മൾ സംസാരിച്ചിരുന്നു സാർ, ഇനി പെട്രോളിനും ഡീസലിനും വില കൂടാൻ സാധ്യതയുണ്ട്. അത് ഇന്ന് സംഭവിച്ചു കഴിഞ്ഞു സാർ. ഏതായാലും വളരെ നിരാശയാണ് സാർ. പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കുടുംബാംഗങ്ങളും അവിടെ ഉള്ള സ്ഥിതിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാത്തൊരവസ്ഥ. ഭാരതത്തിലുള്ള ഒരുപാട് പേര് ഗൾഫ് രാജ്യങ്ങളിലുണ്ട്. എങ്ങനെയെങ്കിലും ഈ യുദ്ധം ഒന്ന് അവസാനിക്കാൻ വേണ്ടിയിട്ട് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ. ഞാൻ അവസാനിപ്പിക്കുന്നു. ശരി, താങ്ക് യു സോ മച്ച്. അപ്പോൾ യൂട്യൂബിലും എന്നോടൊപ്പം നിറയെ പ്രേക്ഷകർ ചേരുന്നുണ്ട്. നമ്മുടെ ഷിജു, നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. ആദ്യം ഷിജു എത്തിയിട്ടുണ്ട്, എനിക്ക് നമസ്കാരമൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ബെറ്റർ ലെറ്റ് റഷ്യ ഓർ ചൈന ഇൻ്റർവീൻ ഇൻ ദിസ് മാറ്റർ, ട്രംപ് ഈസ് എ ഡിസാസ്റ്റർ എന്ന് ഷിജു പറയുന്നു. ഗോമാതാജി എനിക്ക് ഒരു ചുവന്ന ഹൃദയം അയക്കുന്നുണ്ട്. ഗോമാതാജിക്ക് എന്നോട് വലിയൊരു സ്നേഹം ഉണ്ടെന്ന് തോന്നുന്നു. ഞാനിട്ട് കോട്ടൊക്കെ നന്നായി എന്നൊക്കെ എന്നെ പോഴ്ത്തുന്നുണ്ട്. താങ്ക് യു ഗോമാതാജി. അപ്പോൾ കിഷോർ കോന്നിയൊക്കെ നമ്മളോടൊപ്പം ഉണ്ട് കേട്ടോ. ഞാൻ അവരിലേക്കൊക്കെ വരാം. കലാധരൻ നായർ പാലക്കാട് നിന്ന് വിളിക്കാൻ. ശ്രീ കലാധരൻ നായർ പാലക്കാട് എവിടെ നിന്നാണ് വിളിക്കുന്നത്? പാലക്കാട് കോങ്ങാട്. കോങ്ങാട്. കോങ്ങാട് എന്ന് പറയുമ്പോൾ പാലക്കാട് നഗരത്തിൽ നിന്ന് കുറച്ച് ദൂരെയാണ് അല്ലേ? നമ്മുടെ പെരിന്തൽമണ്ണ റൂട്ട്. എനിക്കറിയാം, ഞാൻ കോങ്ങാടൊക്കെ ധാരാളം, കോങ്ങാട് എഴക്കാടൊക്കെ ധാരാളം വന്നിട്ടുള്ള ആളാണ്. അതെ, അവിടെ മറ്റേ ഏറ്റവും മധുരമുള്ള ചക്ക എവിടെയാണ് കിട്ടുക? അങ്ങനെയുണ്ടോ? അങ്ങനെ ഒരാൾ എന്നോട് പറഞ്ഞു. അങ്ങനൊന്നുമില്ല, പക്ഷെ ധാരാളം ചക്കയുണ്ട് അല്ലേ? അതൊക്കെ ഉണ്ട്, ചക്കയും മാങ്ങയൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ഞാൻ അതിലേക്ക് വരാം. നമുക്കിപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യുദ്ധത്തിന്റെ കാര്യമാണല്ലോ. അപ്പം അവിടെ ഗ്യാസ് കിട്ടാനുണ്ടോ ശ്രീ കലാധരൻ നായർ? ഈ കോങ്ങാടൊക്കെ പ്രശ്നമൊന്നുമില്ല അല്ലേ? അല്ല, ഇവിടെ ഗ്യാസിന്റെ എല്ലാരും പൊതുജനങ്ങളിലൊക്കെ പറയുന്നുണ്ട് ഗ്യാസിന് ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ വിളിക്കുന്നവരൊക്കെ. അത് ശരി. അപ്പൊ ഈ യുദ്ധം എങ്ങനെ പര്യവസാനിക്കും എന്നതാണ് താങ്കൾ കണക്കാക്കുന്നത് ശ്രീ? ഇത് ട്രംപിന്റെ അവസാനത്തിലേ അത് അവസാനിക്കുള്ളൂ. അത് ശരി. ഒന്നൊരു ട്രംപിന്റെ പിന്നെ തല പോകണം, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ നാട് നശിക്കണം. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് അയാൾക്ക് ആവശ്യമുള്ളൂ. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ GCC സെക്രട്ടറി ജനറൽ പറയുന്നു GCC രാജ്യങ്ങൾ ഇതുവരെ ഇറാൻ ആക്രമണത്തിന് അത് തിരിച്ചടിക്കുകയോ പ്രത്യാക്രമണം നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. അത് തെഹ്റാൻ ഈ യുദ്ധം അവസാനിപ്പിക്കുമെന്ന വലിയ പ്രതീക്ഷയിലാണ് GCC നിൽക്കുന്നത് എന്ന ഒരു പ്രതികരണം ഇപ്പോൾ വരുന്നു. ഇത് ജൂൺ അവസാന ഘട്ടമാണ് ഈ ആദ്യ ആക്രമണം ഉണ്ടായത്. ആ ഘട്ടത്തിൽ തന്നെ GCC ഒരു യോഗം വിളിക്കുകയും ഈ ഇസ്രായേലിൻ്റെ ആക്രമണത്തെ അന്ന് അപലപിക്കുകയും ചെയ്തു എന്ന് സെക്രട്ടറി ജനറൽ ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നു. അൽ ബുദാവി ഇത് ഓർമ്മിപ്പിക്കുന്നു. പക്ഷേ എന്നിട്ടും GCC രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായതിനെയാണ് അദ്ദേഹം അപലപിക്കുന്നത്. എന്നോട് ഒപ്പം ചേരുന്നു ശ്രീ പ്രേമൻ. ശ്രീ പ്രേമൻ നമ്മുടെ ചെന്നൈയിൽ. ശ്രീ പ്രേമൻ ചെന്നൈയിലാണോ തലശ്ശേരിയിലാണോ? ചെന്നൈയിലാണ്. അവിടെയൊക്കെ എന്താണ് ഈ യുദ്ധത്തെ കുറിച്ച് ആളുകൾ എന്ത് പറയുന്നു ശ്രീ പ്രേമൻ? ഇവിടെ പല ഹോട്ടലുകളും പൂട്ടിക്കിടക്കില്ലേ? പൂട്ടുന്നു. അവിടെ ഒന്നും കിട്ടുന്നില്ല, ഗ്യാസ് കിട്ടുന്നില്ലേ? പല ഗ്യാസ് കിട്ടുന്നുണ്ട്, എല്ലാം ബ്ലാക്കിൽ വിൽപ്പനയല്ലേ. 1620 റുപ്യന്റെ ഗ്യാസ് 3000 ഇപ്പൊ 6000 രൂപ പോലും കിട്ടാനില്ല എന്നാ പറയുന്നത്. അത്രയും ബുദ്ധിമുട്ടിലാണ്, പ്രതിസന്ധിയിലാണ് അല്ലേ? വളരെ പ്രതിസന്ധി നേരിടുകയാണ് ഇപ്പൊ. ഇതിപ്പം ട്രംപിന്റെ അവസാനം കുറിച്ചാൽ മാത്രമേ ഇതിന് പരിഹാരം ആവൂന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇറാനിന്ന് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ലെന്ന് ഏതാണ്ട് മനസ്സിലാക്കി കഴിഞ്ഞ് ഒരു ദിവസം 2 ദിവസം കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കും എന്ന് പറഞ്ഞതാണ്. ഇപ്പം 20 ദിവസം കഴിഞ്ഞിട്ട് പോലും ഒന്നും ചുക്കും ചെയ്യാൻ പറ്റിയില്ല. ഇറാന് ഞാൻ പൂർണ്ണമായ എന്റെ പക്ഷത്താണ്. അതുകൊണ്ട് ട്രംപ് ഇല്ലാതായി താഴ്ന്നാൽ മാത്രമേ യുദ്ധം സമാധാനത്തിലേക്ക് വരും. അതാണ് എന്റെ അഭിപ്രായം. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. അപ്പൊ എന്നോടൊപ്പം മാത്യു പത്തനംതിട്ടയിൽ നിന്നാണ് ചേരുന്നത്. ശ്രീ മാത്യു. സാർ മല്ലപ്പള്ളിയാ കേട്ടോ. മല്ലപ്പള്ളി. അതെ. അപ്പൊ അത് ഈ ഇതില് എന്നോട് പറഞ്ഞു, പക്ഷെ എനിക്ക് എഴുതി കണ്ടത് പത്തനംതിട്ട എന്നുള്ളത് മാത്രമേ വന്നുള്ളൂ. അപ്പൊ മല്ലപ്പള്ളിയാന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. മല്ലപ്പള്ളി. സാറേ, ഈ വിഷയം എന്ന് പറഞ്ഞാൽ ഈ പൊതുവേദിയിലൊന്നും ചർച്ച ചെയ്താൽ തീരുന്ന വിഷയമല്ല. ഇത് ലോകത്തിന്റെ വലിയ വിഷയമാണ്. ജിയോ പൊളിറ്റിക്സ് ഒരുപാടുള്ള വിഷയമാണ്. 10,000 വർഷത്തെ പാരമ്പര്യമാണ് ഇറാന്, അതുപോലെ ഈജിപ്ത് എന്ന് പറയുന്ന സ്ഥലം.
അത് ഇസ്രായേലികളെ ഇപ്പൊ അവരുടെ മുസ്ലിം രാഷ്ട്രങ്ങളെല്ലാം കൂടെ പ്രശ്നമല്ല, ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയ വിഷയങ്ങളല്ലേ. ഇത് കുരിശുയുദ്ധം തൊട്ട് ഇങ്ങോട്ട് അതിന് മുമ്പും ആയിരക്കണക്കിന് വർഷം മുമ്പ് പ്രശ്നമുള്ളതാണ്. ഇതൊക്കെ വേദപുസ്തകങ്ങളിൽ എഴുതിയിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ യുദ്ധം നടക്കുമെന്നും പെട്രോൾ കൊണ്ടാണ് ഇന്ന് ഈ ലോകം നിലനിൽക്കുന്നതെന്ന് പറയുന്നത്. അല്ല ആരുടെ ഇതല്ല, നമ്മുടെ ജീവിതം തന്നെ നമ്മൾ 10-100 വർഷം. നമുക്ക് ഇന്ന് അധികം ആളുകളിലുണ്ടാണ് അങ്ങ് പറയുന്നത് വ്യക്തമാണ്. ഏതായാലും മല്ലപ്പള്ളിയിൽ നിന്ന് ശ്രീ മാത്യു ആണ് വിളിച്ചത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ വ്യക്തമാണ്. അപ്പോൾ ഇറാൻ്റെ അംബാസിഡർ ഉണ്ട് ജപ്പാനിലെ പീമാൻ സീഡൻ. അദ്ദേഹം വ്യക്തമാക്കുന്നത് അമേരിക്ക ഏകപക്ഷീയമായി വെക്കുന്ന ഈ സമാധാന പദ്ധതികൾ അങ്ങനെ മുഴുവനായി അംഗീകരിക്കാൻ കഴിയില്ല. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ളൊരു ചർച്ച വരണം. പക്ഷേ ആ ചർച്ച കാണുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഒരു പരിസമാപ്തിയിലേക്ക് ഇത് കൊണ്ടെത്തിക്കുന്ന തരത്തിലുള്ള ഒരു ചർച്ച ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നു. ഈ അമേരിക്ക ഒരു പദ്ധതി കൊണ്ടുവന്ന് താൻ അത് നടപ്പിലാക്കും എന്ന് പറയുന്ന ഒരു രീതി അത് സാധ്യമല്ല. നോ യൂണിലാറ്ററൽ ഇമ്പോസിഷൻ, ദാറ്റ് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ പ്രതികരണമായി വരുന്നത്. എന്നോടൊപ്പം ചേരുന്നത് ശ്രീ പ്രദീപാണ് ന്യൂയോർക്കിൽ നിന്ന്. പ്രദീപ്, ഈ 15-ന് പരിപാടിയൊന്നും അംഗീകരിക്കില്ല എന്ന് തറപ്പിച്ച് പറയുകയാണ്. നമസ്കാരം മിസ്റ്റർ മനു. നമസ്കാരം മിസ്റ്റർ മനു, ആദ്യമായി ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഒത്തിരി ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ എന്റെ കാര്യം വരും പറയും, ഞാൻ അങ്ങ് പോകും. ഞാനത് ഈ ലോകത്തിന്റെ ഏത് കോണിലിരുന്നാലും സാധാരണ ചെയ്യാറുള്ളതാണ്. പ്രത്യേകിച്ച് ഞാനൊരു ഇന്ത്യൻ പൗരനാണ്. അല്ല, അതുകൊണ്ട് വിഷയത്തിൽ ഞാൻ പെട്ടെന്ന് വരെയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു. കാരണം എനിക്ക് ഏത് രാജ്യത്തെ പിന്തുണയ്ക്കണം എന്നുള്ളത് എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഞാൻ കാണുന്നതും ലോകത്ത് സംഭവിക്കുന്നതുമായ വിഷയങ്ങൾ ആസ്പദമാക്കി എനിക്ക് ഏത് ശരി എന്നത് നോക്കിയിട്ടാണ് ഞാൻ ആ രാജ്യത്തെ അംഗീകരിക്കുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള രാജ്യത്തിനെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ സപ്പോർട്ട് ചെയ്യുക, അത് നിങ്ങളുടെ വിഷയം. പിന്നെ വന്ന് എടാപോട എന്ന് വിളിച്ചാൽ, ഈ പൊതുവേദിയിൽ വന്ന് എടാപോട എന്ന് വിളിച്ചാൽ മിസ്റ്റർ മുഹമ്മദ് റാഷിദ് എനിക്ക് അതേ നാണയത്തിൽ തിരിച്ചു വിളിക്കാം. പക്ഷെ ഞാൻ ഒരു അല്പം മാന്യത കീപ്പ് ചെയ്യുന്നത് കൊണ്ട് ഈ പൊതുവേദിയിൽ അദ്ദേഹം തന്നെ പറഞ്ഞു, അദ്ദേഹം ഒരു ഭയങ്കര മത ആളാണ്, ഭയങ്കര കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറഞ്ഞു. അതൊക്കെ അദ്ദേഹത്തിന്റെ കാര്യം. ഞാൻ പറയുന്നത് ഞാനൊരു മതവിശ്വാസിയല്ല. അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എല്ലാ മതങ്ങളോടും എനിക്ക് തോന്നുന്നത് ഒരു സ്ലിപ്പ് ഓഫ് ദ ടങ്കായി അന്ന് സംഭവിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ തന്നെ ക്ഷമയൊക്കെ അദ്ദേഹം പറഞ്ഞു. ഞാൻ ഉണ്ടായില്ല, പക്ഷെ ഞാൻ കേട്ടത് അല്ല. അതിപ്പോ ഒരാളെ വായിലാണ് അത് വിളിച്ചു പറഞ്ഞിട്ട് ക്ഷമ. ഇപ്പൊ ഞാനും ആദ്യമേ അത് തുടങ്ങാന്ന് വിചാരിച്ചതാണ്. പിന്നെ വിചാരിച്ചു വേണ്ട, പൊതുവേദിക്ക് ഒരു മാന്യതയാണ്. ഇത് തുടങ്ങിയതിന് രണ്ടാമത്തെ കോളർ ഞാനാണ്. ഐ തിങ്ക് ഓൾമോസ്റ്റ് 10 ഇയർ ആകാൻ പോകുന്നു ഈ പൊതുവേദിയിൽ വിളിക്കാൻ തുടങ്ങിയിട്ട്. എനിക്കൊന്നും മിസ്റ്റർ ദാസേട്ടൻ അങ്ങനെ ഒരുപാട് പേര് ഇതിനകത്തൊരു ഫാമിലി മെമ്പറെ പോലെ വേണം. ഞാൻ എന്റെ അഭിപ്രായം പറയുന്നു, ഞാൻ മനസ്സിലാക്കിയ അഭിപ്രായം ഞാൻ പറയുന്നു. ഇപ്പൊ നോക്കൂ, ഞാൻ ഇതിലോട്ട് വരാം. ഇതിനകത്ത് ഞാനും ദീപും തമ്മിൽ ഒരുപാട് തർക്കിക്കാറുണ്ടല്ലോ. പക്ഷെ ഞങ്ങൾ തമ്മിൽ ഞങ്ങളുടെ ബഹുമാനം കളഞ്ഞ് ഞങ്ങൾ ഒരിക്കലും സംസാരിക്കാറില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിവേ, നോക്കൂ, ഇതിനകത്ത് ഈ യുദ്ധം നടത്തേണ്ടതിന്റെ ആവശ്യക്കാർ യഥാർത്ഥത്തിൽ ആരാണെന്ന് നമ്മൾ ഒന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അത് GCC രാജ്യങ്ങൾ തന്നെയാണ്. കാരണം അവർക്ക് ഈ പറയണ ഇറാനെ ഭയമാണ്. ഇറാന്റെ ഫണ്ടമെന്റലിസവും അവരുടെ ഐഡിയോളജിയും ഡിഫറന്റ് ആണ്. അവരൊരു മതത്തിന്റെ പേരിൽ ആ രാജ്യം നിലനിന്നിട്ട് ആ മതത്തിന്റെ അതേ തീവ്രമായി നോക്കൂ. നിങ്ങളുടെ ഈ ചാനലിൽ തന്നെ 2 ദിവസം മുമ്പ് നടന്നൊരു പ്രോഗ്രാം ഞാൻ കണ്ടു. എന്താണ് ഈ പ്രോക്സി, IRGC അവർ നടത്തുന്നതും അവിടെ ജനങ്ങൾ അനുഭവിക്കുന്നതും, അവർ ഇനി ന്യൂക്ലിയർ വെപ്പൺ കയ്യിൽ കിട്ടിയാൽ അടുത്ത രാജ്യത്തിൽ എന്ത് ചെയ്യും എന്നുള്ളതെല്ലാം നിങ്ങളുടെ ഈ ചാനലിൽ, ഐ തിങ്ക് ഇതിന് പ്രമോദ് ആണെന്ന് തോന്നുന്നു, ഒരു പ്രോഗ്രാം, ചെറിയ പ്രോഗ്രാം നടത്തി ഞാൻ കണ്ടത്. ഞാനത് സ്ഥിരം വാച്ച് ചെയ്യുന്നതാണ് ആ പ്രോഗ്രാംസ്. അപ്പൊ നോക്കൂ, ഈ ലോകത്ത് ഈ ഇറാൻ എന്നുള്ള രാജ്യം, എനിക്ക് വേറെ ഒന്നുമല്ല മിസ്റ്റർ മനു, മറ്റൊരു രാജ്യത്തെ പൂർണ്ണമായി തീർത്ത് കെട്ടാൻ, ഇസ്രയേലിനെ തീർത്ത് കെട്ടണം എന്ന് വിചാരിച്ചുകൊണ്ട് 43 പ്രോക്സികളെ ഹമാസ്, ഈ നമ്മുടെ ഹിസ്ബുള്ള, പല തീവ്രവാദ സംഘടനകൾക്ക് ഫണ്ടിങ് കൊടുക്കണം. $440 കഴിഞ്ഞ ഒരൊറ്റ വർഷം ഈ പറഞ്ഞ ഈ ഇറാൻ കൊടുത്തത് അറിയോ? ആ ഒരു രാജ്യത്തിനെ നശിപ്പിക്കണം വേണ്ടി 49 വർഷമായി അതിന്റെ പുറകെ നടക്കുകയാണ്. ഞാൻ ചോദിക്കണേ, ന്യൂക്ലിയർ വെപ്പൺ നിങ്ങൾ രാജ്യത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ന്യൂക്ലിയർ വെപ്പന്റെ ആവശ്യമുണ്ടോ? ഇല്ല. തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യങ്ങൾ ആക്രമിക്കാൻ വേണ്ടിയാണോ നിങ്ങൾ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കണേ? ഈ സൗദി അറേബ്യയ്ക്കും ഖത്തറിനും തൊട്ടടുത്ത് കിടക്കുന്ന GCC രാജ്യങ്ങൾക്കും അറിയാം, ഇറാന്റെ കയ്യിൽ ന്യൂക്ലിയർ വെപ്പൺ വന്നാൽ അത് പ്രോക്സികൾ കൈവഴി ഇസ്രായേലിനെ ആക്രമിക്കും. അത് കഴിഞ്ഞ് അവർ ഈ സൗദി ആക്രമിക്കും. സൗദിയുടെ പ്രിൻസ് എന്താ പറഞ്ഞത്? ഈ യുദ്ധം പൂർണ്ണമായി ഇറാൻ അടിച്ചു തീർത്തിരിക്കണമെന്നാണ് പറഞ്ഞത്. നിങ്ങൾ അല്ലാതെ അമേരിക്ക ഇവിടുന്ന് പോകരുത്. അമേരിക്ക $700 മില്യൺ, സൗദി $700 മില്യൺ അമേരിക്കയ്ക്ക് അനുവദിച്ചത് ഈ യുദ്ധം കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി. അപ്പൊ യുദ്ധം എന്നുള്ളത് ലോകത്തിന്റെ ഒരു ആവശ്യമായി മാറി. പിന്നെ നമ്മൾ ഈ ചൈന,
റഷ്യ, ഇവരാരും ഒന്നിനും ഇറങ്ങില്ല മിസ്റ്റർ മനു. കുറച്ച് വെപ്പൺ ചൈന കൊടുത്ത് അങ്ങ് ഇറാനെ കൊണ്ട് അടിപ്പിക്കും. പിന്നെ ഇറാന്റെ അകത്തുള്ള അവസ്ഥ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. 85,000 ടാർഗറ്റുകളാണ് അടിച്ച് പരത്തി വെച്ചിരിക്കണമെന്ന് ഞാൻ പറഞ്ഞത് വളരെ സത്യമാണ്. CNN, BBC അല്ലെങ്കിൽ നിങ്ങൾ പല ചാനൽ നോക്കിയാൽ അത് മനസ്സിലാവും. ഇത് ഞാൻ പറയുന്നത് കൊണ്ട് ഇറാനോട് ജനങ്ങളോടുള്ള വ്യക്തിവൈരാഗ്യമല്ല. എന്റെ ഫ്ളാറ്റിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഇറാനാണ്. ഇറാൻ 2 വ്യക്തികളുണ്ട്. എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ അവരെ പെർമിഷൻ ചോദിച്ചിട്ട് ഞാൻ ആ വീഡിയോ എടുത്ത് താങ്കൾക്ക് അയച്ചു തരാം. അവർ ഈ ഭരണം അവിടെ നിന്ന് മാറി പഴയ ഷായുടെ കേരളത്തിലുള്ള അതേപോലത്തെ ഒരു ജനാധിപത്യ ഭരണം വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. രാജകീയ ഭരണമായിരുന്നില്ലേ? അതെ, രാജകീയ ഭരണമാണെങ്കിലും അന്ന് അവർ യൂറോപ്പിന്റെ നിലവാരത്തിൽ സ്വതന്ത്രമായി ജീവിച്ചിരുന്നവരാണ്. തലയിൽ അറിയാമായിരിക്കും ഒരു തലയിൽ തുണിയിടാത്തത് കൊണ്ട്, അതായത് പർദ്ദ ധരിക്കാത്തത് കൊണ്ട് ഒരു പെൺകുട്ടിയെ ചെയ്യ പാട് നമ്മൾ കണ്ടതാണ്. 32,000 പേരാണ് ഇപ്പൊ ഈ കമനയുടെ കീഴിൽ മരിച്ചത്. ഇത് ഞാൻ വിളിച്ചു പറയുമ്പോൾ ഇനിയിപ്പോ ഞാൻ മതത്തിനെതിരാണ്, ഒരിക്കലും അല്ല. ഞാൻ എല്ലാ മതത്തിലെയും നല്ല സത്യസന്ധതകളെ ഇഷ്ടപ്പെടുന്നു. പക്ഷേ താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്, അപ്പൊ കൃത്യവുമാണ്. ഏതായാലും അവിടുന്ന് വിളിച്ചതിന് സന്തോഷം. അപ്പോൾ പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദാർക്ക് ഇപ്പോൾ ഒരു പ്രസ്താവന നടത്തിയിരിക്കുക. അദ്ദേഹം പറയുന്നത് US-ഉം അമേരിക്കയും ഒരു മധ്യസ്ഥ ശ്രമത്തിലേക്ക് വരുന്നതിൽ പാകിസ്ഥാൻ ഒരു പ്രധാന പങ്ക് വഹിക്കാം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. US ഒരു 15 പരിപാടികൾ അവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇറാൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. തുർക്കിയെയും അതുപോലെ ഈജിപ്തും മറ്റ് ചില രാജ്യങ്ങളും ഒക്കെ ഈ പദ്ധതിയെ പിന്തുണയ്ക്കുന്നുണ്ട്, ഈ സമാധാന ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ട് എന്ന ഇഷാഖ് ദാറിൻ്റെ ഒരു ട്വീറ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. There have been unnecessary speculations in the media regarding peace talks to end the ongoing conflict in Middle East. In reality, US-Iran indirect talks are taking place through messages being relayed by Pakistan എന്നാണ് പറയുന്നത്. അപ്പോൾ പാകിസ്ഥാൻ ഇതിൽ മധ്യസ്ഥത വഹിക്കുന്നതെന്നാണ് ഇഷാഖ് ദാർ പ്രഖ്യാപിക്കുന്നത്. ഇത് എത്രമാത്രം ശരിയാണ് എന്ന് എനിക്കറിയില്ല. കാരണം ഇദ്ദേഹം പല ഘട്ടങ്ങളിൽ ഇതുപോലെ ചില വിടുവായ്ത്തങ്ങൾ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാൻ വിചാരിച്ചാൽ അമേരിക്ക ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുമെന്നൊക്കെ അദ്ദേഹം യൂട്യൂബിൽ തട്ടിവിടുകയാണ്. ഇത് ഓക്കെ. ഹരീഷ് എന്നോടൊപ്പം ചേരുന്നത് പാലക്കാട് നിന്നാണ്. ഹരീഷ് പാലക്കാട് എവിടെ നിന്നാണ്? ഞാൻ പാലക്കാട് മണ്ണാർക്കാടാണ്. ഓക്കെ. സർ, ഈ ഒരു ട്രംപ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ഒരു യുദ്ധ കൊതിയനാണ്. ബേസിക്കായിട്ട് അദ്ദേഹം ആയുധ കച്ചവടക്കാരനാണ്. ലോകരാജ്യങ്ങളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷം ഉണ്ടാക്കിയിട്ട് സ്വന്തം രാജ്യത്തുനിന്നും അല്ലെങ്കിൽ വേറെ കച്ചവടം ചെയ്യാത്ത ഏതെങ്കിലും രാജ്യമുണ്ടോ? റഷ്യ ആയുധം കച്ചവടം ചെയ്യുന്നില്ല. ആയുധ കച്ചവടത്തിൽ കമ്മീഷൻ അടിക്കുന്ന ആൾ കൂടിയാണ്. മിസൈലുകൾ ഓർമ്മയില്ലേ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിനോടനുബന്ധിച്ച്? എല്ലാം ചൈനീസ്. തീർച്ചയായിട്ടും ഇവിടെ തീവ്രവാദികൾ ഉപയോഗിക്കുന്ന തോക്കില്ലേ, AK-47. ഓരോ രാജ്യത്തിന്റെ കയ്യിലും ആയുധങ്ങൾ എല്ലാ രാജ്യങ്ങളും നിർമ്മിക്കുന്നുണ്ട്. നമ്മൾ ഓരോ രാജ്യത്തും നിലവിലുള്ള ആയുധങ്ങൾ തീർന്നു പോയാലേ പുതിയ ആയുധങ്ങൾക്ക് അവിടെ ഇറക്കുമതി ചെയ്യാൻ പറ്റുള്ളൂ. ഇനി മനസ്സിലായില്ല എനിക്ക്. ഓരോ രാജ്യങ്ങളുടെയും നിലവിലുള്ള ആയുധം യുദ്ധരംഗത്ത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ വീണ്ടും അവർ ആയുധം പർച്ചേസ് ചെയ്യുന്നുള്ളൂ. അങ്ങനെയൊന്നുമില്ല. ടെക്നോളജി മാറുന്നതിനനുസരിച്ച് പുതിയ ആയുധ സംവിധാനങ്ങൾ കൊണ്ടുവരികയാണ്, ഉപയോഗിച്ചിട്ടൊന്നുമല്ല. പുതിയ ടെക്നോളജിയുള്ള ആയുധങ്ങൾ നമുക്ക് ഇവിടെ വന്ന് വീണില്ലേ പല മിസൈലുകൾ, എല്ലാം ചൈനീസ്. തീർച്ചയായിട്ടും. അപ്പൊ ഇതെല്ലാം എന്താ പറയുക, ഈ ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടിയിട്ടല്ല ലോകരാഷ്ട്രങ്ങൾ ഐക്യപ്പെടുന്നത്. ഇപ്പോൾ പരസ്പരം യുദ്ധവും പോരടിച്ചിട്ടും സാധാരണ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന വിധത്തിലേക്ക് യുദ്ധങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണുള്ളത്. ഓക്കെ. അപ്പോൾ ഈ ടൈംസ് ഓഫ് ഇസ്രായേൽ എന്ന പത്രത്തിന് ഇസ്രായേലിൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ ഇസ്രായേൽ കാട്സ് ഒരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് IRGCയുടെ നേവി കമാൻഡർ അലി റാസയെ വകവരുത്തി എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ ഇസ്രായേൽ കാട്സ് പറയുന്നുണ്ട്, അദ്ദേഹം ഈ അലി റാസ ഇപ്പോൾ കൊല്ലപ്പെട്ടല്ലോ, അപ്പോൾ അലി റാസ അവിടുത്തെ ഈ ഓർമുസ് കടലിടുക്ക് തടയുന്നതിൽ വളരെ തന്ത്രപ്രധാനമായ പങ്ക് വഹിച്ച വ്യക്തിയാണ്. മൈനിങ് ആൻഡ് ബ്ലോക്കിംഗ് ഓഫ് സ്ട്രൈറ്റ് ഓഫ് ഹോർമുസ് എന്നാണ് പറയുന്നത്. ഡയറക്റ്റ്ലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളാണ് ഈ ടാങ്കിസിറി അലി റാസ എന്ന് പിന്നെ ഇസ്രായേൽ കാട്സ് ഇപ്പോൾ അവർ പത്രത്തിന് ഇസ്രായേൽ ടൈംസ് ഓഫ് ഇസ്രായേലിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ പറയുന്നതിൻ്റെ വിവരങ്ങൾ എനിക്ക് ലഭിക്കുന്നു. അപ്പോൾ റഫീഖ് പാലക്കാട് നിന്ന്. റഫീഖ് ഓക്കെ. യെസ്. ശ്രീ നാരായണൻ ശ്രീകണ്ഠാപുരം. ശ്രീ നാരായണൻ. ഓക്കെ സാറേ, ഈ ട്രംപ് എന്ന് പറഞ്ഞ ആ സാധനത്തിന്റെ അമേരിക്കയിലെ ആ വലിയ ഭീകരനായ അദ്ദേഹത്തിന്റെ ഒറ്റ പരിപാടിയാണ് ഈ യുദ്ധം.
ഇത് വർഗീയപരമായിട്ട് പണ്ട് കണ്ടില്ലേ അദ്ദേഹം ആ കറുത്ത ആളുകളെ ആ ചവിട്ടിക്കൊല്ലുന്ന ആ സ്വഭാവം എന്ന് പറഞ്ഞ പോലെ യുദ്ധം എത്ര നിരപരാധികളെയാണ് സാറേ കൊല്ലുന്നത്, എത്ര കുഞ്ഞുങ്ങളെയാണ് കൊല്ലുന്നത്. ഈ യുദ്ധം കൊണ്ട് എന്താണ് ലാഭമുള്ളത്? അപ്പൊ അവർക്ക് യുദ്ധം ചെയ്ത് അവരുടെ യുദ്ധമുറകൾ, അവരുടെ യുദ്ധ സന്നാഹങ്ങൾ അല്ലെങ്കിൽ അവരുടെ സാധന സാമഗ്രികൾ അങ്ങനെ വിറ്റ് നല്ല പൈസ ആക്കണം. ഇതാണ് അമേരിക്കന്റെ ധാർഷ്ട്യമാണിത്, ട്രംപിന്റെ ധാർഷ്ട്യം. അതേപോലെ പണ്ട് നമ്മളെ ഒബാമ എത്ര നല്ല മനുഷ്യരായിരുന്നു ആളൊക്കെ, ആ സമയത്തൊക്കെ എത്ര സമാധാനം ഉണ്ടായിരുന്നു. ഇപ്പം ഈ ട്രംപ് വന്നതിന് ശേഷം അല്ലേ ഇതെല്ലാം വന്നത്. നാരായണ പിന്നെ ഡെമോക്രാറ്റ് ആണ് അല്ലേ, റിപ്പബ്ലിക്കൻ അല്ല. ഞാനൊരു പഴയ മൊത്തമായിട്ട് കുറ്റം പറയുന്നത്. അപ്പൊ റിപ്പബ്ലിക്കൻ നിലപാടുകളോട് വിയോജിപ്പുള്ളൂ. ശരി, ഏതായാലും ഇന്ന് നമുക്ക് പ്രേക്ഷകർ അധികം ഉള്ളതുകൊണ്ടാണ്. ശരി, ഞാൻ വ്യക്തമാണ് അങ്ങയുടെ അഭിപ്രായം. അപ്പോൾ ഞാൻ കുറച്ച് നമ്മുടെ യൂട്യൂബിൽ കുറച്ച് പ്രേക്ഷകരിങ്ങനെ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ അവരെല്ലാം കുറച്ച് നേരം വിട്ടുപോയി. അപ്പോൾ സൈക്കിൾ നമ്മുടെ ശശിധരൻ പിള്ള വന്നിട്ടുണ്ട്. സൈക്കിൾ യജ്ഞക്കാർക്ക് സ്വാഗതം. ഇന്ന് വീടിന് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ഉത്സവമാണ്, എങ്കിലും പൊതുവേദി മിസ് ചെയ്യുന്നില്ല, വിളിക്കുന്നില്ല. ദിവസവും വിളിക്കുന്നത് മനുവിന് ഇഷ്ടമല്ല. ഈ ശശിധരൻ പിള്ളയോട് ഞാൻ കുടുങ്ങിയിരിക്കുകയാണ്. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഈ ശശിധരൻ പിള്ള കണ്ടില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഇയാൾ എവിടെ പോയെന്ന്. കണ്ടു കഴിഞ്ഞാൽ അത് ഇദ്ദേഹം ഉണ്ടാക്കുന്ന സങ്കീർണമായ ആശയക്കുഴപ്പങ്ങളാണ്. ഞാൻ ശശിധരൻ പിള്ള വിളിക്കുന്നതിന് എനിക്ക് ഒരു ഇഷ്ടക്കേടും ഇല്ല എന്ന് മാത്രമല്ല നല്ല ഇഷ്ടവുമാണ്. പക്ഷേ ശശിധരൻ ഒരാൾ പറയുകയാണ് എനിക്ക് എല്ലാ ദിവസവും ഒരു 4 മിനിറ്റ് പൊതുവേദി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരിപാടി ഒരു ടെലിവിഷൻ ചാനലിലൂടെ കേരളത്തോട് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ സാധ്യമല്ല. നമുക്ക് കേരളത്തിലെ എല്ലാവരും അങ്ങനെ പറയും. അപ്പോൾ നമുക്ക് കുറേ മറ്റാളുകളും ഒക്കെ ഇത് അവരുടെ അഭിപ്രായങ്ങൾ പറയണ്ടാവും. ചിലർക്ക് വർഷങ്ങളായി ശ്രമിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർ പക്ഷേ ഈ 100, 200, 300 തവണയൊന്നും ശ്രമിക്കുന്നുണ്ടാവില്ല. പക്ഷേ അങ്ങനെ എത്രയോ വർഷങ്ങൾ മാസങ്ങൾ ശ്രമിച്ചിട്ട് കിട്ടാത്ത ആളുകൾ നമുക്ക് ഇടയിലുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു അവസരം കിട്ടിക്കോട്ടെ എന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ തന്നെ അഭിപ്രായം പറയണം എന്ന നിലപാട് ആളുകൾ വാശി പിടിക്കുന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ കാരണം വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പരാതി പറഞ്ഞപ്പോൾ. അപ്പോൾ അല്ലാതെ ശശിധരൻ പിള്ള വിളിക്കുന്നതിലോ ആരെങ്കിലും വിളിക്കുന്നതിലോ എനിക്ക് യാതൊരു തരത്തിലുള്ള ഒരു പരാതിയും ഇല്ല. മാത്രമല്ല നിങ്ങളൊക്കെ പൊതുവേദിയുടെ അവിഭാജ്യ ഘടകങ്ങളാണ്. ഇത് എത്രയോ കാലമായി ഞാനിത് പറയുന്നതാണ്. അപ്പം മാത്രമല്ല നമ്മൾ സംസാരിക്കുക എന്നല്ലല്ലോ, നമ്മൾ കേൾക്കുക എന്നുള്ളത് വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റാളുകൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കുമ്പോൾ കൂടിയാണ് നമ്മൾ നമ്മുടേതായ ഒരു ബൗദ്ധിക തലം ഉയർത്തുന്നത്. നമ്മുടെ നിലപാടുകളെ കുറേ കൂടി സ്വാംശീകരിക്കുന്നതും ശുദ്ധീകരിക്കുന്നതും ഒക്കെ നമ്മൾ മറ്റാളുകൾ പറയുന്നത് കേൾക്കുമ്പോഴാണ്. അല്ലാതെ നമ്മൾ മാത്രം സംസാരിച്ചു കൊണ്ടിരിക്കണം എന്നൊരു നിലപാട് ശരിയല്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാതെ ശശിധരൻ പിള്ള വിളിക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പില്ല. ഇപ്പോൾ ഏതായാലും ഉത്സവമൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇന്ന് പിന്നെ കൂടുതൽ അതിനെ സംബന്ധിച്ച് ഒരു താത്വിക അവലോകനത്തിന് മുതിരുന്നില്ല. അവിടെ ഉത്സവമൊക്കെ നല്ല രീതിയിലാകട്ടെ, ഉത്സവത്തിലെ ഒക്കെ പങ്കെടുക്കാൻ കഴിയട്ടെ. അപ്പോൾ ഇന്ന് വിളിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷേ കിട്ടിയില്ല എന്ന് പരാതി പറയുമ്പോൾ അതിൽ പ്രത്യേകിച്ച് എനിക്കൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് അതിലെ കാര്യം. അപ്പോൾ മറ്റുള്ളവരും എല്ലാവരും പറയട്ടെ എന്നുള്ളത്. അല്ലെങ്കിൽ പിന്നെ എനിക്കൊരു കാര്യം ചെയ്യാനുള്ളത് ഞാൻ പറഞ്ഞ നമ്മളൊരു നമ്പർ ഇട്ടിട്ട് ഒരിക്കലും കിട്ടാത്ത ആളുകൾക്ക് മാത്രം അവസരം കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന യഥാർത്ഥ വിധത്തിൽ കേരള പൊളിറ്റിക്കലാണെന്നാണ് പറയുന്നത്. US ബേസ് ഉള്ളത് അബുദാബിയിലാണ്. പിന്നെ എന്തിനാണ് ഇറാൻ ദുബായിനെ അറ്റാക്ക് ചെയ്യുന്നതെന്നുള്ള ഒരു ചോദ്യം വരുന്നു. ദുബായിലേക്ക് അറ്റാക്ക് നടക്കുന്നുണ്ട്, അവിടെയും US ആസ്ഥാനങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വർണ്ണലത എന്നോട് പറയുന്നു, മനുസർ ഈ പരിപാടിയുടെ ഒരു ആഘോഷ പരിപാടി സംഘടിപ്പിച്ചുകൂടെ, ഇതിൽ പങ്കെടുക്കാൻ എല്ലാവരെയും ക്ഷണിച്ച് പൊതുവേദി സംഗമം എന്ന് നടത്തിക്കൂടെ. നമുക്കൊരു സംഗമം നടത്തണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് പലതരം തെരഞ്ഞെടുപ്പ് അങ്ങനെയൊക്കെയുള്ള തിരക്കുകൾ വരുന്നത്. നമുക്കൊരു പൊതുവേദി ഗ്രൂപ്പ് മീറ്റിംഗ് ഒക്കെ ഒരു ദിവസം വിളിക്കാം. ശ്രീ സ്വർണ്ണലത ഒക്കെ അതിൽ നിർബന്ധപൂർവ്വം പങ്കെടുക്കണം, നമുക്ക് വിളിക്കാം. ഓക്കെ. മുരളീധരൻ നായർ എന്നോട് നമസ്കാരം എന്ന് പറയുന്നുണ്ട്. ശ്രീ മുരളീധരൻ നായർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. AK കൃഷ്ണൻകുട്ടി നമ്മളോടൊപ്പം ചേർന്നിട്ട് യുദ്ധം അമേരിക്കൻക്ക് കച്ചവടമാണ്, നമ്മുടെ ചിലവിലാണ് അതൊക്കെ നടക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ പിന്നെ നമ്മുടെ ഗോമാതാജി റെസ്പെക്ട് ടു പ്രദീപ് ഈ ന്യൂയോർക്ക്, പ്രദീപിന് പിന്തുണയ്ക്കുക കേട്ടോ. ഞാൻ അടുത്തുള്ള മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവം നിറവയ്ക്കാനാണ് ഇപ്പോൾ അടുത്ത് പോകുന്നതെന്നാണ് ശ്രീമുഖി. അപ്പോൾ എല്ലായിടത്തും ഉത്സവമാണ്, ഇതൊരു ഉത്സവങ്ങളുടെ ഒരു കാലമാണ്. പൊതുവേദിയിൽ എല്ലാവരും മാന്യത പാലിക്കണം, നമ്മൾ ശത്രുക്കളല്ല എന്ന് ഓർക്കണമെന്ന് കൃഷ്ണൻകുട്ടി പറയുന്നു. അത് നല്ലതാണ്. നമ്മൾ കൃഷ്ണൻകുട്ടിയെ പോലുള്ളവരാണ് അത് ആദ്യം തന്നെ ഇങ്ങനെ ഒരു, അതുപോലെ നമ്മുടെ ഷാജിയും കൃഷ്ണൻകുട്ടിയും ഒക്കെ പറഞ്ഞിരുന്നു, നമ്മൾ എന്തൊക്കെ വാശിയോടുകൂടി നമ്മുടെ അഭിപ്രായം പറയാൻ ശ്രമിക്കുമ്പോഴും നമ്മൾ വളരെയധികം കൃത്യമായ ഭാഷ ശ്രദ്ധിക്കണം എന്ന് പറയുന്നു. കൃഷ്ണൻകുട്ടിയെ ഇപ്പോൾ ശശിധരൻ പിള്ള അവിടെ ഉത്സവത്തിന് വരുന്നോയെന്ന് ചോദിക്കുന്നുണ്ട്. ഈ കൃഷ്ണൻകുട്ടി ഉത്സവങ്ങൾ എങ്ങനെയാണ് പോകാറുണ്ടോ എന്ന് എനിക്കറിയില്ല.
ഏതായാലും ഉണ്ടെങ്കിൽ ശശിധരൻ പിള്ളയുടെ വയലാറിലേക്ക് ചെന്നാൽ അവിടെ ഉത്സവമുണ്ട്. ശശിധരൻ പിള്ള ശ്രീകൃഷ്ണൻകുട്ടിയെ വേണ്ട രീതിയിൽ അവിടെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരും എന്നാണ് പറയുന്നത്. അപ്പോൾ എപ്പിക് എന്നോട് പറയുന്നു, ന്യൂക്ലിയർ വെപ്പൺ ഇസ്രയേലിന് മാത്രം മതിയോ, ഇറാനും വേണ്ടേ എന്ന് ചോദിക്കുന്നു. ഗോമാത ജി പറയുന്നു, GCC വോൺസ് ഇറാൻ ലീഡർഷിപ്പ് ടു ഗോ ആൻഡ് ഓൾ GCC കൺട്രി വോൺസ് ടു ജോയിൻ എബ്രഹാം അക്കോർഡ് എന്ന് പറയുന്നു. എത്ര കാലം ഈ അടിമപ്പണി ചെയ്യുമെന്ന് എപ്പിക് പറയുന്നു. ഓക്കെ, ശശിധരൻ പിള്ളയുടെ സ്ഥലം ചോദിക്കുന്നുണ്ട് കേട്ടോ കൃഷ്ണൻകുട്ടി. അപ്പോൾ ഇന്ന് അവർ ഉത്സവത്തിന് പോയി അടിച്ചു പൊളിക്കാനുള്ള ഒരു നീക്കമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. VC തോമസ് എന്നോടൊപ്പം ചേർന്നുണ്ട്. അമേരിക്കയിൽ യുദ്ധക്കുരുതി മൂലം ലോകം സ്തംഭനാവസ്ഥയിലാണ്. ഇതിനെതിരെ ജനങ്ങൾ ശക്തമായ എതിർപ്പുണ്ടാകണം. പ്രതിസന്ധി ഘട്ടങ്ങളിൽ സർക്കാരിനോടൊപ്പം ജനങ്ങളും ഉണ്ടാകണം എന്ന് പറയുന്നു. ചേർത്തല വയലാർ കൊല്ലപ്പള്ളി മഹേശ്വരി ക്ഷേത്രത്തിൽ പൂരം കാണാനാണ് ശശിധരൻ പിള്ള എല്ലാവരും വിളിക്കുന്നത്. അപ്പോൾ അത് കൃഷ്ണൻകുട്ടി മണിമല്ലിക്ക് അങ്ങോട്ട് വേണമെങ്കിൽ പോകാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന അപർണ എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. കൊള്ളാം, ശരി അപർണ, കാണുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം വായിക്കാൻ വിട്ടുപോയി. അപ്പോൾ അഭിജിത്ത് എന്നോട് പറയുന്നു, മനുചേട്ടാ നമസ്കാരം, എന്തുണ്ട് വാർത്ത എന്നോട് ചോദിക്കുന്നു. സുഖമല്ലേ എന്ന് ചോദിക്കുന്നു. അഭിജിത്തിനെ കാണുമ്പോൾ തന്നെ എനിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അതൊക്കെ മാറി സന്തോഷമായിട്ട് വരും. ഒന്ന്, അഭിജിത്തിൻ്റെ ഒരു ലോഗോ എന്ന് പറയുന്നത് ദേശീയ പതാകയുടെ, ത്രിവർണ്ണ പതാകയുടെ ചിഹ്നമാണ്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ, അഭിജിത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് സന്തോഷമാണ്. വി ലൈക്ക് ദിസ് പ്രോഗ്രാം. പിന്നെ പ്രദീപ് ന്യൂയോർക്ക് പറഞ്ഞ വളരെ കറക്റ്റ് പോയിൻ്റാണ്. മതഭരണം മാറിയാൽ മാത്രമേ ആ രാജ്യം രക്ഷപ്പെടുകയുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ സെബാസ്റ്റ്യൻ CAക്ക് പ്രദീപിൻ്റെ മാതൃരാജ്യം അമേരിക്ക എന്ന് പറയാം. അല്ലല്ലോ സെബാസ്റ്റ്യൻ, നമ്മൾ അങ്ങനെയൊന്നും പറയണ്ട. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം പറയട്ടെ. വി വിൽ ഇൻവൈറ്റ് നീലക്കുയിൽ ആസ് ക്യാമറാമാൻ ഫോർ പൊതുവേദി സംഗമം എന്നാണ്. ശരി ശരി, എന്തൊക്കെ അടിച്ചു. അപ്പോൾ മണിയപ്പൻ എന്നോടൊപ്പം ചേരുന്നത് പരവൂരിൽ നിന്നാണ്. ശ്രീ മണിയപ്പൻ, കേൾക്കാമോ? ഓക്കെ. അപ്പോൾ എന്നോടൊപ്പം മറ്റൊരു പ്രേക്ഷകൻ ഉള്ളത് റിയാസ് ആലപ്പുഴയിൽ നിന്നാണ്. റിയാസ്, ഹലോ, നമസ്കാരം സാർ. ശ്രീ റിയാസ്, അവിടെ ആലപ്പുഴയിൽ തെരഞ്ഞെടുപ്പ് ചൂടൊക്കെ എങ്ങനെ ആഞ്ഞടിക്കുകയാണോ? പിന്നെ ഇവിടെ അടിപൊളി. റിയാസിന്റെ മണ്ഡലം ഏതാ? പിന്നെ എന്റെ ആലപ്പുഴ ചേർത്തല എന്ന് പറയും സാർ. ചേർത്തല. ചേർത്തലയിലാണ് ഇപ്പൊ ജി സുധാകരൻ ചേർത്തലയിലെ പ്രസാദ്. അയ്യോ, ഇവിടെ ഈ ജി സുധാകരനെ കൊണ്ട് നിൽക്കാൻ പറ്റില്ല. TV തുറന്ന മൊത്തം ജി സുധാകരനാണ്. അടിപൊളി. അപ്പൊ അദ്ദേഹം പറയുന്നത് പ്രസാദ് എന്തോ അദ്ദേഹത്തെ അധിക്ഷേപിച്ചു. അപ്പൊ അവിടെ പോയി പ്രസംഗിക്കുന്ന ഇവിടെ ഭയങ്കര. അപ്പൊ അവിടെ എങ്ങനെ രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയാണ്? പ്രസാദ് ജയിക്കുമോ അതോ അദ്ദേഹം കനത്ത വെല്ലുവിളി നേരിടുന്നുണ്ടോ? ശരി, എന്തോ ടെലിഫോണിൽ എന്തോ പറ്റി. ഓക്കെ, എനിക്ക് തോന്നുന്നത്. അപ്പോൾ രാജിക്കുട്ടി എന്നോടൊപ്പം ചേരുന്നു. ശ്രീ രാജിക്കുട്ടി, കേൾക്കാമോ? നമസ്കാരം മനസ്സാറേ. നമസ്കാരം. ഒരിക്കലും ഈ യഥാർത്ഥത്തിൽ ചർച്ചയിൽ കൂടി യുദ്ധം തീരത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ അതിന്റെ തിക്തഫലം നമ്മളെല്ലാവരും ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇന്നത്തെ പെട്രോളിന്റെ വില, അത് മാത്രമല്ല ഗ്യാസിന്റെ ഷോർട്ടേജ്, ലോകത്ത് മൊത്തം സമാധാനത്തിന് ആരെങ്കിലും മുൻകൈ എടുത്ത് ഇറങ്ങി ചർച്ച നടത്തി ആയുധ കച്ചവടമാണ് ഇവിടെ നടക്കുന്നത്. എത്ര കുഞ്ഞുങ്ങളും എത്ര പെണ്ണുങ്ങളുമാണ് നഷ്ടപ്പെട്ടതെന്നറിയാമോ? ശരി, അപ്പോൾ സമയം ഇങ്ങനെ അതിക്രമിച്ച് പോകുന്നതുകൊണ്ടാണ്. വളരെ നന്ദി താങ്കളുടെ അഭിപ്രായത്തിന്. അപ്പോൾ രാജിക്കുട്ടി ഇപ്പോൾ നല്ല ഊർജ്ജസ്വലനായി അസുഖമൊക്കെ മാറി ഇങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ പൊതുവേദിയോടൊപ്പം ഉണ്ട് എന്നറിയുന്നതിൽ സന്തോഷം. റഷീദ് ഖാൻ എന്നോട് പറയുന്നു, സമാധാനം പുലരട്ടെ, എൻ്റെ ഈ കമൻറ്റ് വായിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ റഷീദ് ഖാനൊക്കെ നമുക്ക് വേണ്ടപ്പെട്ട ആളുകളാണ്. കമൻറ്റ് വായിക്കാതെ ഞാൻ ഇരിക്കില്ല. അപ്പോൾ ഷിജു കുര്യത്ത് എന്നോട് പറയുന്നത്, പൊതുവേദിക്ക് ഒരു DMK ഫ്ലാഗ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. പൊതുവേദിക്ക് DMK ഫ്ലാഗ് ഒന്നുമില്ല. എനിക്ക് തോന്നുന്നത് നമ്മുടെ ന്യൂസ് 18ൻ്റെ 2 കളർ കോമ്പിനേഷൻ കണ്ടിട്ടാണോ DMK ഫ്ലാഗ് എന്ന് പറയുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ അത് ന്യൂസ് 18ൻ്റെ പണ്ടുതൊട്ടേയുള്ളൊരു കളർ കോമ്പിനേഷനാണ് കേട്ടോ. അപ്പം അതിൽ DMK എന്നൊന്നില്ല, നമുക്കങ്ങനെ DMK ഇല്ല. അത് എല്ലായിടത്തും രാജ്യവ്യാപകമായുള്ളൊരു ഒരു കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ ന്യൂസ് 18 ഇംഗ്ലീഷ് ആയാലും, അതായത് CNN ന്യൂസ് 18 ആയാലും, ന്യൂസ് 18 ഹിന്ദി ആയാലും, ന്യൂസ് 18 ഉറുദു, ബംഗ്ല, അല്ലെങ്കിൽ ഹോം നോർത്ത് ഈസ്റ്റ് ആയാലും എല്ലാം ഒന്ന് തന്നെ. സന്തോഷ് കുമാർ എന്നോട് പറയുന്നത്, ഈ യുദ്ധം ഒന്ന് അവസാനിപ്പിക്കാൻ ലോകത്ത് മതനേതാക്കളും ആത്മീയ ആചാര്യന്മാരും ഒന്നുമില്ലേ എന്ന് എന്നോട് ചോദിക്കുന്നു. അപ്പോൾ രാജൻ കൊയിലാണ്ടിയോ? അല്ല, രാജൻ കൊല്ലമായിരിക്കും. ശ്രീ രാജൻ കൊല്ലമാണോ? ശ്രീ രാജൻ പയ്യോളിയാണ്. അപ്പം നമ്മുടെ രാജൻ എന്ന് പറഞ്ഞിട്ട് കൊല്ലത്തുനിന്ന് ഒരു പ്രേക്ഷകൻ വിളിക്കും. ഞാൻ അദ്ദേഹമാണെന്ന് വിചാരിച്ചു. അപ്പം സിദ്ധ് രാജൻ പയ്യോളി എന്നാണ് വിളിക്കുന്നത് അല്ലേ? സാറേ, ഗുഡ് ഈവനിങ് ശ്രീരാജൻ. പിന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യക്ക് നല്ലൊരു പങ്ക് വഹിക്കാൻ കഴിയുന്നതാണ് എന്റെ ഒരു വിശ്വാസം. പ്രധാനമന്ത്രി ഇറാൻ പ്രസിഡന്റുമായി ചർച്ച ചെയ്തു. അതുപോലെ ജയശങ്കർ അവിടുത്തെ
അബ്ബാസ് അരാങ്ചിയുമായി ഒക്കെ ചർച്ച ചെയ്തു. പക്ഷേ അത് ഒറ്റ രാത്രി കൊണ്ട് അവസാനിക്കില്ല. അവർ ഒരു 15 പദ്ധതി അമേരിക്ക വെച്ചിട്ടുണ്ട്, 5 ആവശ്യങ്ങൾ ഇറാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് പരിഹരിക്കാൻ കഴിയും എന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ചർച്ച ചെയ്ത് പരിഹരിക്കാൻ കഴിയുന്ന കാര്യമാണ് സാറേ. ചർച്ച ചെയ്ത് പരിഹരിക്കാൻ കഴിയും. ഇറാനുമായിട്ട് നല്ല ബന്ധമാണ് ഇന്ത്യക്ക്, ഇസ്രയേലായിട്ട് നല്ല ബന്ധമാണ്, അമേരിക്കയായിട്ട് നല്ല ബന്ധമാണ്, ഇനിയിപ്പോ ലോകരാഷ്ട്രങ്ങളിൽ റഷ്യയായിട്ട് നല്ല ബന്ധമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഇന്ത്യക്ക് നല്ലൊരു പങ്ക് വഹിക്കും. ഇപ്പം പിന്നെ പാകിസ്ഥാൻ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഞാള് പോയിട്ട് അത് ഇല്ലാക്കിക്കൊണ്ട് ഞാള് നടത്തുന്നു. അതേമാതിരി ഇന്ത്യക്ക് എന്തുകൊണ്ട് അങ്ങനെ ഒരു മുൻകൈ എടുത്തിട്ട് ഇതിൽ നിൽക്കാൻ പറ്റുന്നില്ല? പാകിസ്ഥാൻ വിളിച്ചു പറയുന്ന അവർക്ക് എന്തെങ്കിലും ഒരു രാഷ്ട്രീയ നിലപാടോ ഒരു അന്തർദേശീയ നിലപാടോ ഉണ്ടോ? ഓരോ ദിവസവും ഓരോന്ന് പറയുകയില്ലേ? ഇന്ത്യ എന്ന് പറയുന്നത് വിദേശ നയത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാജ്യമാണ്. നമ്മുടെ ഓരോ സ്റ്റേറ്റ്മെന്റ് നോക്കിയാലും നമുക്ക് കാണാൻ കഴിയും വളരെ ഒരു ദിവസം വിളിച്ചു പറയാം ഞങ്ങൾ തീവ്രവാദികളെയൊക്കെ പിന്തുണയ്ക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി എന്നറിയാമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ ഇദ്ദേഹത്തിന് ഇതിനെപ്പറ്റി ഒരു ധാരണയില്ലാത്ത ആളുകളെ പോലെയാണ് സംസാരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് പറയാണ് ന്യൂക്ലിയർ യുദ്ധം തുടങ്ങുമെന്നൊക്കെ. ഇതൊക്കെ ന്യൂക്ലിയറിനും തുടങ്ങി കഴിഞ്ഞാൽ ലോകം ഉണ്ടാവോ സാറേ? ന്യൂക്ലിയറിനും തുടങ്ങിയാൽ ലോകം ഉണ്ടാവോ? യെസ്, വ്യക്തമാണ്. ഏതായാലും താങ്കളുടെ അഭിപ്രായം. ഏതായാലും ഇറാൻ ഒരു 5 പദ്ധതി വെച്ചിട്ടുണ്ട്. അത് അവർക്ക് നേരെയുള്ള അധിനിവേശം, അവരെ കേന്ദ്രീകരിച്ചുള്ള ആക്രമണം ഒക്കെ അവസാനിപ്പിക്കണം. അതുപോലെ ഭാവിയിൽ യുദ്ധം ഉണ്ടാകില്ല, ആക്രമണം ഉണ്ടാകില്ല എന്നൊരു അഷ്വറൻസ് വേണമെന്ന് അവർ പറയുന്നു. അതുപോലെ ഇതുവരെ ഉണ്ടായ നാശനഷ്ടങ്ങൾക്ക് ഒരു നഷ്ടപരിഹാരം എന്ന നിലയിൽ അവർക്ക് ഒരു നിയമപരമായ ചില പരിരക്ഷകൾ വേണം എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഒരു പരിപൂർണമായ വെടിനിർത്തൽ വേണം. ഇറാനോട് മാത്രമല്ല, ഇറാനോട് ഒപ്പം പിന്തുണയുള്ള സഖ്യകക്ഷികളെയും ഇതിൽ നിന്ന് ഒഴിവാക്കണം. അതുപോലെ തന്നെ ഈ ഹോർമുസ് കടലിടക്കലിൻ്റെ പുറത്തൊരു പരമാധികാരം അവർക്ക് നൽകണം. ഇങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങളാണ് ഇറാൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇത് എത്ര കണ്ട് അമേരിക്ക അംഗീകരിക്കും എന്ന് എനിക്കറിയില്ല. ഏതായാലും കൊട്ടാരക്കരയിൽ നിന്ന് KG കുമാർ ചേരുന്നുണ്ട്. ശ്രീ കുമാർ, കൊട്ടാരക്കരയിൽ ഗ്യാസ് ക്ഷാമമൊക്കെ വളരെ രൂക്ഷമാണോ? അങ്ങനെ അതോ അവിടെ പ്രശ്നങ്ങളൊന്നുമില്ലേ? സന്തോഷ് കൂടി എന്നോടൊപ്പം ചേരും. സന്തോഷ്, ഹലോ. യുദ്ധമൊന്നും ഇത് പെട്ടെന്ന് തീരുന്ന ഒരു അഭിപ്രായം എനിക്കില്ല. കാരണം ഇപ്പൊ നേരത്തെ പ്രേക്ഷകൻ പറഞ്ഞ പോലെ ഇന്ത്യക്ക് ഇസ്രായേലും ഇറാനും അമേരിക്കയായിട്ട് നല്ല ബന്ധമാണ്. പക്ഷേ ഈ അമേരിക്കൻ പ്രസിഡന്റിന് മറ്റുള്ള രാജ്യങ്ങളുടെ വിശ്വാസം ഇല്ലാത്തൊരു ബന്ധം സ്ഥിരമായൊരു ബന്ധമില്ലാത്ത ഒരാളാണ് അമേരിക്കൻ പ്രസിഡന്റ്. അദ്ദേഹം ഈ യുദ്ധം തുടങ്ങി വെച്ചു, പക്ഷെ ഇത് നിർത്താനുള്ളൊരു പ്രതീക്ഷിച്ച രീതിയിൽ ഇറാനെ കീഴടക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തോടെ വന്നു. പക്ഷെ അത് നടക്കാത്ത ഒരു സ്ഥിതിയാണ്. പെട്ടെന്ന് എങ്ങനെ ഊരിപ്പോവും? ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഇപ്പോൾ സമയക്കുറവ് കൊണ്ടാണ്. അപ്പോൾ യുദ്ധം ഒന്നും അവസാനിപ്പിക്കാൻ ലോകത്തെ മതനേതാക്കളും ആത്മീയാചാര്യന്മാരും ഒക്കെ ഇറങ്ങണമെന്ന് സന്തോഷ് കുമാർ പറയുന്നു. റഷീദ് ഖാൻ എന്നോട് പറയുന്നു എനിക്ക് അഭിനന്ദനങ്ങൾ. അപ്പോൾ റഷീദ് ഖാൻ്റെ കമൻറ്റ് വായിച്ചതൊക്കെ കേട്ടു. അപ്പോൾ റഷീദ് ഖാൻ വലിയ സന്തോഷത്തിലാണ്. അപ്പോൾ റഷീദ് ഖാൻ്റെ സന്തോഷം എൻ്റെയും സന്തോഷമാണ്. അപ്പോൾ ക്രിസ് വന്നിട്ടുണ്ട്. ക്രിസിനെ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ എനിക്ക് വലിയ ഇഷ്ടമാണ്. കാരണം ക്രിസ് ആദ്യം തന്നെ എന്നെ 2 പ്രാവശ്യം പുകഴ്ത്തും. അപ്പോൾ മനു നല്ലയാളാണ്, പ്രേക്ഷകരുടെ കമൻറ്റ് വായിക്കുന്നു, അവരെയൊക്കെ മാനിക്കുന്നു എന്നാണ്. ക്രിസ്, താങ്ക് യു സോ മച്ച്. ക്രിസ് മറ്റേ 2 ലവ് ചിഹ്നമുള്ള കണ്ണുകളുള്ള സ്മൈലിയൊക്കെ എനിക്ക് അയക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെയും 100 ഹൃദയപ്പൂക്കൾ ക്രിസിനും ഞാൻ അയക്കുകയാണ്. അപ്പോൾ നേമത്തും പാലക്കാടും BJP ജയിക്കും എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് ചാനലിലെ വാർത്ത വന്നിരുന്നു, മനോരമ വന്നിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ News 18 ഒപ്പീനിയൻ പോൾ എന്താണെന്നാണ്. News 18 ഒരു ഒപ്പീനിയൻ പോൾ വെച്ചിട്ടുണ്ട്, അത് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഗോമാതജിക്ക് അത് കാണാവുന്നതാണ്. ഇറാനിലെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാനാണ് ട്രംപ് യുദ്ധം ചെയ്യുന്നത് എന്ന് അക്വേറിയസ് പറയുന്നതിനോടൊപ്പം ഒരു ചിരിയും ചിരിക്കുന്നുണ്ട്. അക്വേറിയസ് എന്താണെന്ന് മനസ്സിലായി. വ്യവസ്ഥ വയ്ക്കാൻ മാത്രം ഇറാൻ വളർന്നോ എന്നാണോ മനു ഞാൻ ഉദ്ദേശിച്ചതെന്നാണോ എനിക്കറിയില്ല. അല്ലല്ല, ഇതാണ് അവർ ഒരു യുദ്ധം അവസാനിക്കണ്ടേ, അതിനുവേണ്ടി പറഞ്ഞ കാര്യങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത്. ഫ്രാൻസിസ് പൊറൂട്ടുക്കാര എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഇറാനെ ആക്രമിച്ചത് അവിടെ നമ്മുടെ ഭരണാധികാരികളെയും കുട്ടികളെയും കൊന്നതും ട്രംപിനും നെതന്യാഹുവിനും യുദ്ധക്കുറ്റവാളികളെ വിചാരണ ചെയ്ത് അവരെ തടവിലാക്കണം എന്നാണ് ഫ്രാൻസിസ് പറയുന്നത്. യുദ്ധം നിർത്താൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് ഫ്രാൻസിസ് പറയുന്നു. രാധാകൃഷ്ണൻ വൈറ്റില എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. തെഹ്റാൻ നിലവിലെ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയുമായി ചർച്ച നടത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ്ചി പറഞ്ഞു കഴിഞ്ഞു. ഇറാൻ ഉദ്ദേശിച്ച ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ പോരാട്ടം തുടരും എന്നാണ് ആ നിലപാടായിട്ട് പറഞ്ഞത് എന്നും രാധാകൃഷ്ണൻ വൈറ്റില നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അപ്പം ഞാൻ ഒരു ചെറിയ ഇടവേള വേണം, പെട്ടെന്ന് ഞാൻ മടങ്ങി വരാം. എങ്ങോട്ടും ആരും പോകരുത്. ഷോർട്ട് ബ്രേക്ക്.
കളിക്കളം റെഡി. കേരളം എന്ന വലിയ കോട്ടിൽ ഇനി പോരാട്ടം മുറുകുന്നു. 140 മണ്ഡലങ്ങളുടെ ഭാവി നിർണയിക്കുന്ന പോരാട്ടം. നെറ്റിന് അപ്പുറവും ഇപ്പുറവും അതികായന്മാർ. കേരളം വിധി എഴുതുന്ന മഹാപോരാട്ടം. തെരഞ്ഞെടുപ്പ് വാർത്തകളുടെ വേഗമേറിയ കളം. കാണുക ദ ഇലക്ഷൻ ചാനൽ. വാർത്തകൾ നമ്മളെ തേടി വരും. വേഗവും സമയവും ചിലപ്പോൾ വ്യത്യാസപ്പെട്ടേക്കാം. ഫ്ലാഷ് ന്യൂസുകളും ബ്രേക്കിംഗ് ന്യൂസുകളും പുറം കാഴ്ചകളായി ഓടിമറയും. കാഴ്ചകൾ വിശാലമായിരിക്കണം. ഒരു വശം മാത്രമല്ല, എല്ലാ വശവും നമ്മളിലേക്ക് എത്തണം. ന്യൂസ് ട്രെൻഡ്സ് വസ്തുതാപരമായ വിശകലനങ്ങളോടെ വാർത്തയുടെ വിശാലമായ കാഴ്ചയിലേക്ക്. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമത്തിൽ ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു. ട്രൂത്ത് സോഷ്യലിലാണ് പറയുന്നത്, ഇറാൻ ഒഫീഷ്യൽസ് താനുമായി ഒരു മധ്യസ്ഥ ശ്രമം നടത്തുന്നുണ്ട്. അതപ്പോൾ ഒരു മീഡിയേഷൻ അല്ലെങ്കിൽ ഒരു അനുരഞ്ജന പദ്ധതികൾ അവിടെ നടത്തുന്നുണ്ട് എന്ന് ട്രംപ് പറയുന്നു. അവരെ പക്ഷേ അദ്ദേഹം വിമർശിക്കുകയാണ്. അവരോട് കുറച്ചുകൂടി ഗൗരവത്തോടു കൂടി ഈ വിഷയം പരിഗണിക്കണം എന്ന് ട്രംപ് ഈ സമൂഹ മാധ്യമത്തിലൂടെ ആവശ്യപ്പെടുന്നുണ്ട്. ട്രംപ് പറയുന്നത് ഈ ഇറാൻ നെഗോഷിയേറ്റേഴ്സ് പറയുന്നത് അദ്ദേഹത്തോട് അപേക്ഷിക്കുകയാണെന്നാണ് ഇത് ട്രംപ് എഴുതിയിരിക്കുകയാണ്. ദേ ആർ ബെഗിങ് ടു മേക്ക് എ ഡീൽ എന്നാണ് പറയുന്നത്. അപ്പോൾ താണുകേണ് യാചിക്കുകയാണ് ഒരു ഡീൽ ഉണ്ടാക്കണം എന്ന്. അതിന് പകരം അവർ ചെയ്യേണ്ടത് അവർക്ക് മുന്നിൽ അമേരിക്ക വെച്ചിട്ടുള്ള ആ നയങ്ങൾ നോക്കുകയാണ് വേണ്ടത്. 15-ന് പരിപാടി വെച്ചിട്ടുണ്ട്, അത് നോക്കുകയാണ്. അപ്പോൾ പാകിസ്ഥാൻ ഇപ്പോൾ പറയുന്നു, ട്രംപ് കുറിക്കുന്നത് പാകിസ്ഥാൻ പറയുന്നു അത് US 15-ന് പദ്ധതികൾ പറഞ്ഞിട്ടുണ്ട്, അതിൽ ഇറാൻ അത് പരിശോധിക്കുന്നുണ്ട് എന്ന കാര്യവും അതിനിടയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ ഇങ്ങനെ വ്യക്തമാക്കുന്നുണ്ട്, ഞങ്ങൾ ഇറാൻ ഈ അമേരിക്ക മുന്നോട്ട് വെച്ച 15-ന് പരിപാടികൾ പരിശോധിക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഏതായാലും ട്രംപ് ഇതിൻ്റെ മധ്യസ്ഥ പ്രവർത്തനം നടത്തുന്ന ആളുകളോട് കുറേ കൂടി ഗൗരവത്തിൽ കാര്യങ്ങൾ എടുക്കണം എന്നാണ് ഇറാനോട് പറയുന്നത്. അദ്ദേഹം 15-ന് ആവശ്യങ്ങൾ നമുക്കറിയാം, അത് പ്രധാനമായും ഈ ആണവ കേന്ദ്രങ്ങൾ അവസാനിപ്പിക്കുക, അത് എൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അതോടൊപ്പം ഈ യുറാനിയം എൻറിച്ച്മെൻറ്റ് നിർത്തിവെക്കുക, അത് എൻറിച്ച് സ്റ്റോക്ക് പൈൽസുകളെല്ലാം കൈമാറുക. അതോടൊപ്പം ഈ വെപ്പൺ ഗ്രേഡ് പ്രൊഡക്ഷൻ തരത്തിലേക്ക് ഇതിൻ്റെ ആണവ സാങ്കേതിക വിദ്യയുടെ ആ ഒരു രംഗത്ത് ഈ വെപ്പൺ ഗ്രേഡ് പ്രൊഡക്ഷൻ അവസാനിപ്പിക്കുക എന്ന് പറയുന്നു. ന്യൂക്ലിയർ കപ്പാസിറ്റീസ് അതിന് നിയന്ത്രണം ഏർപ്പെടുത്തുക, സിവിലിയൻ യൂസിനും അതായത് സൈനികേതര ആവശ്യങ്ങൾക്ക് മാത്രം ഈ ന്യൂക്ലിയർ അല്ലെങ്കിൽ ആണവോർജം ഉപയോഗിക്കാൻ ആയിട്ട് തീരുമാനത്തിൽ എടുക്കുക. അതുപോലെ ഇൻ്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയോട് ഇതെപ്പോഴും പരിശോധിക്കാനുള്ള ഒരു അംഗീകാരം അവർക്ക് നൽകുക. പ്രധാനപ്പെട്ട ഈ ആണവോർജ കേന്ദ്രങ്ങൾ ഈ ആയുധപരമായിട്ടുള്ളതെല്ലാം തകർക്കുക എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ ഇങ്ങനെ നിർദ്ദേശിക്കുകയാണ്. അങ്ങനെ 15-ന് പരിപാടികളാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നോടൊപ്പം ഈ ഡേവിഡ് വിജയ് പള്ളുരുത്തി ചേരുകയാണ്. ശ്രീ ഡേവിഡ് വിജയ്, ഇതിനോടൊപ്പം ഈ ആണവോർജത്തിൻ്റെ കാര്യം അവിടെയുണ്ട്, പക്ഷേ ബാലിസ്റ്റിക് മിസൈലുകൾ നിർത്തിവെക്കണം, അതെല്ലാം അവസാനിപ്പിക്കണം, അതിൻ്റെ പണികളെല്ലാം അവസാനിപ്പിക്കണമെന്ന് പറയുന്നു. അതിൽ ഈ 15-ന് പരിപാടിയിൽ വേറെയും ചില മിസൈൽ റേഞ്ച് അതിൻ്റെ ക്വാളിറ്റി ഇതിലെല്ലാം നിയന്ത്രണം വേണം എന്ന് പറയുന്നു. സെൽഫ് ഡിഫൻസിൻ്റെ റെസ്ട്രിക്ഷൻ വേണം, അവരുടെ രാജ്യത്തെ അവർക്ക് സംരക്ഷിക്കാനുള്ള ആ ഒരു പ്രതിരോധത്തിലും ഒരു കുറവ് വരുത്തണം. അങ്ങനെയുള്ള ഒരു പക്ഷേ അംഗീകരിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള പദ്ധതികളാണോ ട്രംപ്? എന്ന് പറയരുത്. അംഗീകരിക്കാൻ കഴിയാത്ത സംഗതിയൊന്നുമില്ല. നമുക്ക് സമാധാനപരമായിട്ട് ജീവിക്കണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ളത് കൊടുത്താലും നമുക്ക് എന്തെങ്കിലും പ്രശ്നം ന്യായമായിട്ട് വന്നാൽ എല്ലാവരും നമ്മളുടെ കൂടെ ഉണ്ടാവും. ഇപ്പൊ പഹൽഗാമിൽ നമ്മളുടെ പ്രശ്നം വന്നു, പാകിസ്ഥാനിലെ നമ്മൾ ആ ടെററിസ്റ്റ് അത് എക്സാക്ട്
അവരുടെ എന്താ പറയുന്നത്, അവരുടെ ഒളിയിടങ്ങളും അവർക്ക് സിവിലിയൻ കാഷ്വാലിറ്റീസ് ഇല്ലാതെ ചെയ്തില്ലേ? എന്നിട്ട് ലോകത്തെ ബോധ്യപ്പെടുത്താൻ നമ്മൾ എത്ര പേര് ശശി തരൂരിനെ ഇവരെയൊക്കെ കൊണ്ട്, ഇവൻ ജോൺ ബ്രിട്ടാസിനെയൊക്കെ കൊണ്ട് ലോകം മുഴുവൻ ചുറ്റി. അപ്പൊ നമുക്ക് എന്തെങ്കിലും വരുമ്പോൾ മാത്രമേ നമ്മൾ അങ്ങോട്ട് പോകുള്ളൂ എന്നുള്ളൊരു നിലപാട് വയ്ക്കരുത്. കാരണം ഇറാൻ എല്ലാവർക്കും ഒരു ഭീഷണി തന്നെയാണ്. അതാണ് അവരെ നിരായുധീകരിക്കണം എന്ന് പറയുന്നതിന്റെ കാര്യം. ഏതൊരു രാജ്യത്തിനും ആ രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാൻ ഉത്തരവാദിത്തമില്ലേ? ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിക്കരുത്, അല്ലെങ്കിൽ മിസൈലിന്റെ ക്വാണ്ടിറ്റിയിൽ എണ്ണം കുറവ് വരുത്തണം, നമ്പർ ഓഫ് റേഞ്ച്, അതുപോലെ സ്ട്രിക്റ്റ് ലിമിറ്റേഷൻ ഓൺ ഫ്യൂച്ചർ റേഞ്ച് ആൻഡ് നമ്പർ ഓഫ് മിസൈൽസിന്റെ ഉണ്ടാക്കുന്നതിന്റെ എണ്ണം കുറയ്ക്കണം, അങ്ങനെയൊക്കെ ജപ്പാനിന് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം അവർക്ക് എല്ലാവരും പ്രൊട്ടക്ഷൻ കൊടുത്തില്ലേ? ജപ്പാനെ ആരെങ്കിലും ആക്രമിച്ചിട്ടുണ്ടോ? കാരണം അവരുടെ ക്രൂരത അത്ര വലുതായിരുന്നു. അന്ന് പേൾ ഹാർബർ സർവ്വ നിയമങ്ങളും ലംഘിച്ച് പേൾ ഹാർബർ അറ്റാക്ക് ചെയ്തപ്പം തിരിച്ചവർക്ക് കിട്ടിയില്ല അണുബോംബ് ഇട്ടത്. അപ്പൊ ഇറാനെ നശിപ്പിക്കണമെങ്കിൽ, ഇറാന്റെ മൊത്തം ആൾനാശം ഉണ്ടാക്കിക്കൊണ്ട് ചെയ്യണമെങ്കിൽ അമേരിക്കയ്ക്ക് അത്ര വലിയ ഇതുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ അതാരും ചെയ്യില്ലല്ലോ. ലോകത്തിലെ പരിഷ്കൃത രാഷ്ട്രങ്ങൾ അതിൻ്റെതായ കെടുതികൾ ഇന്നും ജപ്പാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇറാനും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പോക്ക് തീരെ ശരിയല്ല. അവിടെ ഇരുന്നുകൊണ്ടാണ് 10,000 കിലോമീറ്റർ അകലെയുള്ള ഇസ്രായേലിന്റെ പ്രോക്സികൾക്കൊക്കെ ആയുധം കൊടുക്കുന്നത്. ഇത് കേരളത്തിലോ ഇന്ത്യയിലോ മനസ്സിലാക്കാത്ത കുറെ പേര് ഇപ്പോഴും ഞാൻ കാണുന്നുണ്ട് ഇവിടെ ഇരുന്നുകൊണ്ട് സംസാരിക്കുന്നത്. ആ ന്യൂയോർക്കിലുള്ള ചങ്ങാതി ഞാനത് ചൂടായ കണ്ട ആരെ എന്തോ വിളിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. കാരണം നമ്മൾ എന്തെങ്കിലും നമുക്ക് വരുമ്പോൾ മാത്രമേ നമ്മൾ തിരിഞ്ഞു നോക്കുകയുള്ളൂ. അതുവരയ്ക്ക് ഒന്നും നമ്മൾ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് അവർ കുറച്ച് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ ഇത് എനിക്ക് തോന്നുന്നത് തുടർന്ന് പോകുന്നത് തന്നെയാണ്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഡെത്ത് ടു ഇസ്രായേൽ, ഡെത്ത് ടു എന്നാണ് അമേരിക്ക എന്ന് പറഞ്ഞ ആ ഫലകം അവിടെ വെച്ചപ്പോൾ തന്നെ അവരെ ശ്രദ്ധിക്കാം. അന്ന് മാത്രമല്ല അതിന്റെ പ്രവൃത്തികൾ ചെറുതായിട്ട് തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ കണ്ടു ഒരു ബുക്കർ പ്രൈസ് ജേതാവായിട്ടുള്ള ഒരു വലിയ വ്യക്തി, ഒരു എഴുത്തുകാരിയൊക്കെ ഇവരൊക്കെ ഒരു സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഇങ്ങനത്തെ തീവ്രവാദ സംഘടനകളെയും ഇതൊക്കെ. ഇതൊന്നും നല്ലതല്ല. അപ്പൊ ഇവിടെയുള്ളവരും കുറച്ച് സൂക്ഷിച്ചാൽ നമുക്ക് എന്തായാലും നമ്മുടെ പരിപാടിക്ക് എത്തിയാൽ മാത്രമേ നമ്മൾ കണ്ടു തുറക്കുകയുള്ളൂ. ഓക്കെ, വ്യക്തമാണ്. അപ്പൊ കെ ജി കുമാർ കൂടി എന്നോടൊപ്പം കൊട്ടാരക്കരയിൽ നിന്ന് ചേരുകയാണ്. കെ ജി കുമാർ, ചുരുങ്ങിയ വാക്കുകളിൽ, സമയം എങ്ങനെ അതിക്രമിക്കുക? ഹലോ. ഇപ്പൊ ഈ ഇറാൻ ഒരു ഈ 15 കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ഒരുവിധം കാര്യങ്ങൾ അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അവർ മുന്നോട്ട് വെക്കണം. പിന്നെ ട്രംപിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ട്രംപ് അമേരിക്കയെ പോലെ ഇത്രയും വലിയൊരു രാജ്യത്തിന്റെ ഭരണാധികാരി എന്നുള്ള രീതിയിലല്ല. ഈ പലപ്പോഴും പുള്ളി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തതയില്ല. മറ്റു രാജ്യങ്ങളുമായിട്ട് ഞങ്ങൾ അങ്ങനെ ചെയ്ത്, അങ്ങനെ ചർച്ച ചെയ്ത്, ഇങ്ങനെ ചർച്ച ചെയ്ത്, അവര് പറയുന്നു ഒരു ചർച്ചയും ചെയ്തിട്ടില്ലെന്ന്. ഇപ്പൊ ഇന്ത്യയുടെ കാര്യത്തിൽ തന്നെ പലപ്പോഴും ഈ ട്രംപ് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇറാൻ ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം, ഈ ഹമാസിന് ഫണ്ട് കൊടുക്കുന്നത് ഇറാനായിരുന്നു, ഈ ഹിസ്ബുള്ളയ്ക്ക് ഫണ്ട് കൊടുക്കുന്നത് ഈ ഇറാനാണ്. ആ ഗാനമേള നടന്ന സ്ഥലത്തോട്ട് ആൾക്കാർ ഇടിച്ചു കയറി 1300 പേരെ കൊന്നതാണല്ലോ ഈ പ്രശ്നം ഇത്രയും രൂക്ഷമായത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇനി ചെയ്യാതിരുന്നിട്ട് സ്വന്തം രാജ്യത്തെ സ്വന്തം ജനങ്ങളുടെ ഭാവിയും നിലനിൽപ്പും കാര്യങ്ങളും എല്ലാം നോക്കണം. പിന്നെ ഈ ട്രംപ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ട്രംപ് ഒരു കാര്യം മനസ്സിലാക്കണം. കാര്യം അമേരിക്കയെ പോലുള്ള ഒരു രാജ്യത്തിന്റെ വലിയ ഭരണാധികാരിയാണ്. ആ മാർക്കോ റൂബിയോടൊക്കെ എല്ലാ കാര്യങ്ങളും കുറച്ച് ഡീപ്പായിട്ട് ചർച്ച ചെയ്തതിനു ശേഷം ഈ പ്രസ്താവനയൊക്കെ ഇറക്കണം. അല്ലാതെ വെറുതെ ഒരുമാതിരി ഒരു തരംതാണ രാഷ്ട്രീയ നേതാവ്, ഒരു താഴേക്കടയിലുള്ള രാഷ്ട്രീയ നേതാവിനെ പോലെ ഈ ഒരു വ്യക്തതയില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ ഇരിക്കുന്ന സ്ഥാനത്തിന്റെ വില കളയുന്ന രീതിയിലുള്ള ഇതാണ് ചെയ്യുന്നത്. അപ്പൊ ഇറാൻ എത്രയും വേഗം സമയം അതിക്രമിച്ചുകൊണ്ടാണ് അങ്ങയുടെ അഭിപ്രായം. രാധാകൃഷ്ണൻ എന്നോട് പറയുന്നത് തെഹ്റാൻ നിലവിൽ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയുമായി ചർച്ച നടത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമായി കഴിഞ്ഞു. അപ്പോൾ ശശിധരൻ പിള്ള പറയുന്നത് ഞാൻ ഇന്ന് ചെത്ത് സ്റ്റൈലിലാണ്. അപ്പോൾ കൊള്ളാം. അപ്പോൾ ചെത്താണ്. പണ്ട് നമ്മുടെ നാട്ടിൽ ഈ ചെത്ത് എന്ന് പറഞ്ഞാൽ ചെത്തുക എന്നുള്ള, കള്ള് ചെത്തുക അല്ലേ, അങ്ങനെ. പക്ഷേ പിന്നീട് അത് ഞാൻ യുവാവൊക്കെ ആയ കാലത്താണ് ഈ ചെത്ത് സ്റ്റൈൽ എന്നൊരു പ്രയോഗം വന്നത്. ഇപ്പോഴത്തെ കുട്ടികൾ ചെത്ത് എന്നുള്ള വാക്ക് അങ്ങനെ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ശശിധരൻ പിള്ള ജെൻസി വാക്കുകൾ അല്ല, ഇത് കുറേ കൂടി പഴയ എക്സ് ജനറേഷൻ വാക്കുകളാണ്. ജെൻസികളുടെ പുതിയ ഇത്തരം പ്രയോഗങ്ങളൊക്കെ ഉണ്ടാകും, സെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഐക്യരാഷ്ട്രസഭ എവിടെ എന്ന് കൃഷ്ണൻകുട്ടി മണിമല എന്നോട് ചോദിക്കുന്നു. റിയാസ് ഖാൻ പറയുന്നു എല്ലാവരും അവരവരുടെ കാലം നോക്കിയിരിക്കുന്നതാണ് ഭംഗി, എത്ര ഭംഗിയായതിനെ എന്ന് പറയുന്നു. വെർ ഈസ് കൃഷ്ണ? നോ ന്യൂസ് ഫ്രം ഹർ ഈവൻ ദോ ഷീ വാസ് പ്രസൻറ്റ് ഇൻ ആറന്മുള വള്ളംകളി ആൻഡ് കോട്ട് ഇൻ ക്യാമറ. കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആലപ്പുഴയിൽ നിന്ന് നമ്മുടെ ന്യൂസ് 18 പൊതുവേദിയുടെ ഒരു പ്രേക്ഷകയുണ്ടായിരുന്നു. അവർ പൊതുവേദിയുടെ വലിയ പ്രേക്ഷകയാണ്, എപ്പോഴും കാണാറുണ്ട് എന്നൊക്കെ പറയുകയും ഒരു ദിവസം ഞങ്ങളുടെ അവിടുത്തെ റിപ്പോർട്ടർ വി വിനോദ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം
ആ വിനോദിനെ അന്വേഷിച്ച് പോവുകയൊക്കെ ചെയ്തു, അല്ലെങ്കിൽ വിനോദുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ കൃഷ്ണയെ കാണാനില്ല എന്ന് പലരും പറയുന്നുണ്ട്. കൃഷ്ണ പൊതുപ്രവർത്തന രംഗത്തൊക്കെ ഇറങ്ങണമെന്ന് അത് നമ്മുടെ പൊതുവേദിയോട് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ തിരക്കിലൊക്കെ ആയിരിക്കും. അതായത് കൃഷ്ണ ഇത് എവിടെന്നെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കൃഷ്ണയെയും പൊതുവേദിയിൽ ആളുകൾ അന്വേഷിക്കുന്നു. പലരെയും നമ്മൾ മിസ് ചെയ്യുന്നു, പലരും കാണുന്നില്ല. അപ്പോൾ ഇറാൻ പ്രോക്സികളെ സഹായിക്കുക എന്നത് നിർത്തണം എന്ന് എന്നോട് ഭരതൻ തൈക്കണ്ടി പറയുന്നു. ഇറാൻ പ്രോക്സികളെ സഹായിക്കുന്ന നിർത്തണം. ഇസ്രായേൽ ഇറാൻ യുദ്ധമില്ല കരാർ ഉണ്ടാക്കണം. അമേരിക്കൻ പശ്ചിമേഷ്യയിലെ ബേസ് ക്യാമ്പുകൾ വിട്ടൊഴിഞ്ഞു പോകണം. യുദ്ധം ഏപ്രിൽ 6 അങ്ങനെയാണെങ്കിൽ നിർത്താൻ കഴിയും എന്ന് ഭരതൻ പറയുന്നു. ഓക്കെ, അനഘ എന്നോട് പറയുന്നു സിറ്റുവേഷൻ വളരെ അലാമിംഗ് തന്നെയാണ്. അതല്ലേ പാകിസ്ഥാൻ സെൻട്രൽ ഗവൺമെൻറ് ഹൈ ലെവൽ മീറ്റിംഗ് ഡേ ബൈ ഡേ ചെയ്യുന്ന അതല്ലേ പാകിസ്ഥാൻ എന്നല്ല, അതല്ല പ്രശ്നം. സെൻട്രൽ ഗവൺമെൻറ് ഹൈ ലെവൽ മീറ്റിംഗ് ഡേ ബൈ ഡേ ചെയ്യേണ്ട കാര്യം ഇല്ലല്ലോ എന്ന് പറയുന്നു. അത് ഇതിൻ്റെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മീറ്റിംഗ് എന്തെന്ന് വെച്ചാൽ നമ്മുടെ നിലവിലെ സാഹചര്യം എന്താണ്, നമ്മുടെ ഗ്യാസ് എങ്ങനെയുണ്ട്, ഗ്യാസ് സപ്ലൈ എങ്ങനെ വരുന്നു, അതിൻ്റെ ഡിമാൻഡ് എന്ത്, അതിൻ്റെ സപ്ലൈ ഫെസിലിറ്റി എന്ത്, മറ്റൊന്നൊക്കെ അത് എല്ലാ ദിവസവും അവലോകനം ചെയ്യുന്ന ഒരു സാഹചര്യം നല്ലതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ സിറ്റുവേഷൻ അലാമിംഗ് ആണ്. അപ്പോൾ ഗൗമാതാജി എന്നോട് പറയുന്നു അബുദാബിയിൽ മാത്രമേ ബേസ് ഉള്ളതെന്നാണ് പറയുന്നത്. ഓക്കെ, ഡേവിഡ് പള്ളുരുത്തി എന്നോട് പറയുന്നു കല്ല് ചെത്തുക എന്ന് പറയുന്നത് അത് പണ്ടത്തെ. ഓക്കെ, പൊതുവേദി എന്നും കാത്തിരിക്കുന്ന കൃഷ്ണ എവിടെ പോയി എന്നൊക്കെ ശൈത്യരൻപിള്ള ചോദിക്കുന്നുണ്ട്. മനു അക്വേറിയസ് പരിഹസിക്കുകയാണ്. ഈ ട്രംപ് എല്ലാം ഒത്തുതീർപ്പാക്കുന്ന ആളാണല്ലോ. അപ്പോൾ ഈ അക്വേറിയസും കാമുകയും തമ്മിലൊരു ചെറിയ തർക്കം ഉണ്ടായി. അപ്പോൾ ട്രംപ് അത് ഒത്തുതീർപ്പാക്കി എന്നൊക്കെയുള്ള പരിഹാസങ്ങളും ഒക്കെ അവിടെ നിന്ന് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്നോടൊപ്പം ചേരുന്നത് നമ്മുടെ ബിനോയ് കണ്ടിട്ട് കുറേ ദിവസമായി. ബിനോയ് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബിനോയ്, നമസ്കാരം മനുജി. എന്താ അവിടെ രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയുണ്ട് ബിനോയ് കൊല്ലത്ത്? രാഷ്ട്രീയ സാഹചര്യം ഞങ്ങൾ 11 നേടും എന്നുള്ളൊരു സാഹചര്യമാണ്. UDF നിലവിൽ 2 സീറ്റാണ്, ഒന്ന് കരുനാഗപ്പള്ളിയും കുണ്ടറയും. പക്ഷെ ഞങ്ങളിപ്പോൾ 11 100 കൊല്ലം ജില്ലയിൽ 11 ഞങ്ങൾ അടിച്ചിരിക്കും എന്ന് എവിടെ വേണമെങ്കിലും എഴുതി കൊടുക്കുന്നതാണ്. അതിനകത്ത് നോ കോംപ്രമൈസ്. 11 നോ കോംപ്രമൈസ്. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണോ അവിടെ? തികഞ്ഞ ആത്മവിശ്വാസം. ഒരു UDF തരംഗം എന്റെ കൊല്ലം ജില്ലയിലുണ്ട്. 30 വർഷത്തിന് ശേഷം കൊല്ലം കോർപ്പറേഷൻ ഞങ്ങൾ പിടിച്ചെടുത്ത്. അന്നും എന്നോട് മനു ചോദിച്ചു കൊല്ലം കോർപ്പറേഷൻ കിട്ടുവോ ഇല്ലേ, അവിടെ CPM ആണല്ലോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഞങ്ങൾ ഈ പ്രാവശ്യം കൊല്ലം കോർപ്പറേഷൻ പിടിച്ചെടുക്കും. ചില ആളുകൾ ചോദിച്ചു മന്ത്രത്തിലൂടെയാണ് പിടിച്ചെടുക്കുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ല, ഞങ്ങൾ പൊരുതി പിടിച്ചെടുക്കും. അതുകൊണ്ട് കൊല്ലം കോർപ്പറേഷൻ പിടിച്ചതുപോലെ കൊല്ലം ജില്ലയിലെ 11 ഞങ്ങൾ പിടിച്ചെടുക്കും. അതാണ് എന്റെ ഇപ്പോഴത്തുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഈ തിരക്കും ഈ രാഷ്ട്രീയപരമായിട്ടുള്ള നിഗമനവും എന്റെ പ്രവർത്തന മികവും വെച്ച് ഞാൻ പറയുന്നത്. ഉറപ്പായിട്ട് പിടിക്കും. അപ്പൊ അവിടെ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ട് എന്ന് അങ്ങ് പറയുന്നു. പക്ഷേ ഒരു മാധ്യമപ്രവർത്തനല്ലേ മനു? ഇവിടെ മാത്രമല്ല, കേരളത്തിൽ മൊത്തം ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞില്ലേ 100 സീറ്റ് പിടിച്ചെടുക്കും. ഇനി അതിൽ കിട്ടുന്നതെല്ലാം 100ന് മുകളിൽ കിട്ടുന്നത് ബോണസാ. മാധ്യമപ്രവർത്തകരായി നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ. നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ നിങ്ങൾക്കറിയാം 100ന് മുകളിൽ സീറ്റ് UDF പിടിക്കും, അധികാരത്തിൽ വരുമെന്ന് കൃത്യമായി അറിയാം. എല്ലാവർക്കും രാഷ്ട്രീയവും ഉണ്ട്, അല്ലേ മനു? അപ്പൊ അങ്ങ് പറയുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലെ ചടയമംഗലം അല്ലേ, കൊല്ലം ജില്ലയിലെ ചടയമംഗലം, ഇരവിപുരം, ചാത്തന്നൂര്, കുണ്ടറ, ചവറ എല്ലാം പിടിക്കും. 11 സീറ്റുണ്ട്, 11 ഞങ്ങൾ പിടിക്കും. അപ്പൊ ഈ ചാത്തന്നൂരൊക്കെ CPI ഒക്കെ വലിയ ശക്തി കേന്ദ്രമാണ്, അതൊക്കെ ഇപ്പൊ പോയി എന്നാണ് പറയണത്. അതൊക്കെ കഴിഞ്ഞില്ലേ മനു? ഇത് ഒരു പുതിയ യുഗമല്ലേ? യുഗത്തിൽ ആളുകൾ വോട്ട് ചെയ്യാൻ കാത്തിരിക്കല്ലേ ഈ ഗവൺമെന്റിനെ ഒന്ന് മാറ്റിയൊന്ന് നിർത്താൻ വേണ്ടി. ചവറയില് കഴിഞ്ഞ തവണ LDF സ്വതന്ത്രൻ വിജയിച്ചൊക്കെ അറിയാലോ. അപ്പൊ ഇത്തവണ അവിടെ സ്വതന്ത്രൻ എന്തുവാ 1800 വോട്ടിലല്ലേ ജയിച്ചത്? കഴിഞ്ഞ തവണ വിജയിച്ചത് 1800 വോട്ട്. 900 ആളുകൾ മാറിയാ പോരെ? ചവറയിലൊക്കെ 20,000 വോട്ടിന് മുകളിൽ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ഈ പ്രാവശ്യം ജയിക്കും. ശരി. അപ്പൊ ഇരവിപുരത്തോ? ഇരവിപുരത്ത് ഞങ്ങൾ ഒരു 15,000 വോട്ടിന് മുകളിൽ വിഷ്ണു മോഹൻ ജയിക്കും. ചിഹ്നം മമ്മട്ടി മങ്കോരിയിൽ ഉറപ്പായിട്ട് ഞങ്ങൾ വിജയിച്ചിരിക്കും. ഒരു യുവാവാണ്, ഒരു ചെറുപ്പക്കാരൻ 2 പ്രാവശ്യം ജയിച്ച MLA നൌഷാദിനെ ഞങ്ങൾ ഇരവിപുരത്ത് നിന്ന് മാറ്റി നിർത്തുവാൻ ഇരവിപുരത്തെ ബഹുമാന്യരായ വോട്ടർമാർ തീരുമാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇതൊരു UDF തരംഗമാണ് വരാൻ പോകുന്നത്.
ഇരവിപുരം പോലും ഞങ്ങൾ മറിച്ചിടും ഈ പ്രാവശ്യം. UDF വിഷ്ണുമോഹനാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി, യുവ സ്ഥാനാർത്ഥി, സമര നായകനാണ് കൊല്ലത്തെ അദ്ദേഹം. കൊല്ലം നിയോജക മണ്ഡലത്തിലോ അവിടെ മുകേഷായിരുന്നു, ഇത്തവണ മുകേഷില്ല. 15,000-ൽ കൂടുതൽ വോട്ടിന് വിജയിക്കും. നിങ്ങൾ തന്നെ ഫലം വരുമ്പോ ഞെട്ടിപ്പോകും. എഴുതി വെച്ചോ, 15,000 വോട്ടിന് മുകളിൽ ബിന്ദു കൃഷ്ണ കൊല്ലം അസംബ്ലിയിൽ വിജയിച്ചിരിക്കും. പിന്നെ കൊട്ടാരക്കര നേരത്തെ കഴിഞ്ഞ തവണ KN ബാലഗോപാലിന്റെ മണ്ഡലമാണ്, അവിടെ KN ബാലഗോപാലിന്റെ മണ്ഡലമാണ്. പക്ഷെ ഞങ്ങളവിടെ ഒരു 5,000-നും 7,000-നും വോട്ടിനിടയിൽ ഐഷ പോറ്റി വിജയിച്ചിരിക്കും. ഐഷ പോറ്റിയുടെ സിറ്റിംഗ് സീറ്റ് അവർ നിലനിർത്തിയിരിക്കും. ശരി, അപ്പൊ നോക്കാം നമുക്ക്. ഞാൻ അത് എത്രയും അങ്ങേ കൊണ്ട് പറയിച്ചത് ഇത് ഞാൻ റെക്കോർഡ് ചെയ്ത് വെക്കാനാ. റെക്കോർഡ് ചെയ്ത് വെച്ചോ. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതും മനു പറഞ്ഞിട്ടുണ്ടല്ലോ. പല ഇലക്ഷനും ബിനോയ് പറഞ്ഞിട്ടുണ്ട്. ബിനോയ് പറഞ്ഞത് ഏകദേശം 90% കറക്റ്റ് ആയിട്ട് വരുന്നു. ഞാൻ ഇരവിപുരം ജയിക്കും എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്കൊരു സംശയം. CPM-കാർക്ക് പോലും അറിയാം ഇവിടെ വിഷ്ണുമോഹനാണ് മമ്മട്ടിയും മങ്കോരിയിലും ജയിക്കാൻ പോകുന്നതെന്ന്. അതിനകത്ത് നോ ഡൗട്ട്, നോ കോംപ്രമൈസ്. ശരി, അപ്പൊ ഏതായാലും അപ്പൊ തെരഞ്ഞെടുപ്പ് രംഗമൊക്കെ അവിടെ സജീവമാണെന്നാണ് പറയുന്നത്. അപ്പൊ ഞാന് ബിനോയ് നല്ല മനോഹരമായി നടക്കാത്ത സ്വപ്നമെന്ന് ഇതാ കമന്റ് വരുന്നുണ്ട് ക്രിസ് സംഖ്യ. അല്ല, നടക്കാത്ത സ്വപ്നം. ജനാധിപത്യത്തിൽ സാധ്യതകളുടെ ഒരു കലയാണ് രാഷ്ട്രീയം. ജനാധിപത്യവും അങ്ങനെ തന്നെയാണ്. ജനം വിധി എഴുതുവാൻ കാത്തിരിക്കുകയാണ്. പാർലമെന്റിൽ 2020 അടിക്കുമെന്ന് ഞാൻ നിങ്ങളുടെ ന്യൂസ് 18-ൽ തന്നെയാണ് പറഞ്ഞത്. അന്ന് മനു പറഞ്ഞു, അയ്യോ അത്രയ്ക്കൊക്കെ വേണോന്ന് ചോദിച്ചു. 2020 അടിക്കുമെന്ന് പറഞ്ഞാൽ 18 അടിച്ചില്ലേ? ഇപ്പൊ ഞാൻ പറയില്ലേ 11-ൽ 11 അടിക്കുമെന്ന്. 9 സീറ്റിന് മുകളിൽ ഞങ്ങൾ അടിക്കുമെന്ന് ഇപ്പോഴും പറയുന്നു. നാളെയും പറയുന്നു, മറ്റന്നാളും പറയുന്നു. മനു, അതില് ആരും അത് കളിയാക്കും. അത് CPM-കാരും BJP-ക്കാരും കളിയാക്കിക്കൊണ്ടേയിരിക്കും. പക്ഷെ ജനാധിപത്യത്തില് കളിയാക്കുന്നതൊന്നും നമ്മളൊരു വിഷയമായിട്ട് എടുക്കാറില്ല. ജനാധിപത്യ വിശ്വാസികൾ ഈ പ്രാവശ്യം LDF-നെയും ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയനെയും CPM-നെയും ഒന്ന് സൈഡിലോട്ട് മാറ്റി നിർത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അത് പാർലമെന്റിൽ അവർ വോട്ട് ചെയ്ത ആ പാറ്റേണിൽ ഇപ്പൊ അസംബ്ലി ഇലക്ഷനും അവർ ചെയ്യും. കൊല്ലം ജില്ലയെ സംബന്ധിച്ചോളം, കൊല്ലം കോർപ്പറേഷൻ സംബന്ധിച്ചോളം കോർപ്പറേഷൻ വോട്ട് ചെയ്ത പാറ്റേണിൽ അവരിപ്പോ ചെയ്യും. അതുകൊണ്ട് അപ്പൊ ഗോമാതാജി എന്നോട് പറയുന്നത് VD സതീഷിന് പോലും ബിനോയുടെ അത്ര കോൺഫിഡൻസ് ഇല്ല എന്ന് പറയുന്നു. മൊൺസാക്ക് എന്നോട് പറയുന്നത് നാളെ മുതൽ നമുക്ക് തെരഞ്ഞെടുപ്പ് ചർച്ചകൾ ചെയ്യണമെന്ന്. ഇർഷാദ് പറയുന്ന UDF പ്രതിഭയോട് പറഞ്ഞ് വളരെ മോശമായി പോയി എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ ചില ആരോപണങ്ങൾ ബിനോയ്ക്കെതിരെ വരുന്നു. അപ്പോൾ ബിനോയ് ചുരുങ്ങിയ വാക്കുകളിൽ, നമ്മുടെ സമയം കഴിഞ്ഞു പോയി, കഴിയാറെ. അല്ല, ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞ് ഈ ട്രംപിനെയും ഈ നെതന്യാഹുവിനെയും കുറിച്ച് പറയാം. ഈ പ്രശ്നങ്ങൾ മാറണമെങ്കിൽ ലോക രാജ്യങ്ങൾ തീരുന്ന ഒരു ഒറ്റ തീരുമാനം, അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും അമേരിക്കൻ പ്രസിഡന്റിനെ അമേരിക്കക്കാർ തിരിച്ചു വിളിക്കുക. അതുപോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിനെയും ഇസ്രായേലുള്ളവർ തിരിച്ചു വിളിച്ചാൽ ലോകത്ത് പരിഹാരമാകും. ഇപ്പോൾ ട്രംപ് നമ്മളെ നാട്ടിലെ 8 കാലി മമ്മൂഞ്ഞാണ്. അതിന്റെ അർത്ഥം മനുവിനും ഈ കേൾക്കുന്ന പ്രേക്ഷകർക്കും എല്ലാവർക്കും അറിയാം. 8 കാലി മമ്മൂഞ്ഞായ ട്രംപിനെ ഈ പറഞ്ഞ കണക്ക് മാറ്റി നിർത്തിയാൽ ലോകത്ത് സമാധാനം ഉണ്ടാകും. യുദ്ധം ലോകത്തിന് ഒന്നിനും ഒരു പരിഹാരമല്ല. പിന്നെ ചില ആളുകളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തിനാണ് ന്യൂസ് 18 അമേരിക്കയിൽ നടക്കുന്ന അല്ലെങ്കിൽ ഇറാനിൽ നടക്കുന്ന യുദ്ധം ചർച്ച ചെയ്യുന്ന എന്തിനാണെന്ന്. ചർച്ച ചെയ്യുന്ന എന്തിനാണെന്നറിയോ? നമ്മളുടെ അടുക്കളകൾ, നമ്മളുടെ നാട്ടിലെ ഹോട്ടലുകൾ പൂട്ടിക്കഴിഞ്ഞു. അടുക്കളകൾ എന്ന് പൂട്ടുമെന്നറിയില്ല. വരുന്ന 10 ദിവസം കഴിഞ്ഞാൽ ഡീസലും പെട്രോളും വണ്ടികൾ നമ്മൾ പണ്ട് കാത്തു നിന്നത് കണക്ക് കാത്തു നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് അമേരിക്കയെ പിന്താങ്ങരുത്. ഇറാനോടൊപ്പമായിരിക്കണം. ഏതായാലും അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്, കൃത്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു മറുപടി ഞാൻ ശ്രീ കൃഷ്ണൻകുട്ടി മണിമലയോട് ചോദിക്കുന്നു. ശ്രീ കൃഷ്ണൻകുട്ടി മണിമല, അപ്പോൾ കൊല്ലത്തിൻ്റെ കാര്യം അങ്ങനെ വലിയ ആവേശത്തിൽ, അപ്പോൾ കോട്ടയത്തിൻ്റെ കാര്യം ഒരുപക്ഷെ കൃഷ്ണൻകുട്ടി മണിമല കുറെ കൂടെ സൂക്ഷ്മമായി പറയാൻ കഴിയും. അവിടെ കൃഷ്ണൻകുട്ടി മണിമല വലിയ പ്രതീക്ഷയിലാണോ? നമസ്കാരം. നമസ്കാരം. ഇന്നലെ ഞാൻ അറിഞ്ഞ ചർച്ചാ വിഷയം, ഇന്നലെ പൊതുവരികളുടെ തുടക്കത്തിൽ. അപ്പൊ അതിനൊരു മറുപടി പറയാന്ന് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് വിളിച്ചത്. അല്ലെ ഞാൻ ഇന്ന് വിളിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, കാരണം ഞാൻ വിളിക്കുന്നു സമയം എടുക്കുന്നു പറഞ്ഞ എല്ലാവർക്കും പരാതി വന്നപ്പോ ഞാൻ പിന്നെ ഇന്നലെ മനഃപൂർവ്വം വിളിക്കാൻ നോക്കിയതേ ഇല്ല. അപ്പുറത്തെ എന്തിനാ ഞാൻ പേരുദോഷം കേൾക്കുന്നത്. പക്ഷെ ഞാൻ വിളിക്കുന്നവർക്ക് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണല്ലോ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ പോയത്. അതാണ് ഇന്നത്തെ വിളിക്കാനുള്ള കാര്യം. അല്ലാതെ എനിക്കൊന്നും വിളിക്കാൻ തീരെ മനസ്സുണ്ടായിരുന്നില്ല. വെറുതെ ചീത്ത കേൾക്കുന്നത് ആൾക്കാരുടെ. അല്ല, ആളുകളെന്നൊന്നും എല്ലാവരും പറയുന്നില്ല. പക്ഷേ
നമ്മുടെ ശശിധരൻ പിള്ള പറഞ്ഞത് അങ്ങക്ക് എന്തോ ഒരു പ്രത്യേകതരം ഫോണുണ്ട്, അന്ന് വിളിച്ചാൽ ഇവിടെ വേഗം കിട്ടുന്നു എന്നാണ് പറയുന്നത്. അത് ശരിയല്ലേ? അത് ശരിയാണല്ലോ പുള്ളി പറഞ്ഞത്. മിക്കവാറും ദിവസം വിളിക്കുന്ന എനിക്ക് കിട്ടുന്നുണ്ടല്ലോ, ഒന്നും കിട്ടിയില്ലേ? അതെന്താന്ന് എനിക്കും അറിയില്ല കേട്ടോ. ചുരുങ്ങിയ വാക്കുകളിൽ ആദ്യം എനിക്ക് ഒരൊറ്റ വാക്കിൽ കൊല്ലത്തെ സാഹചര്യം ബിനോയ് പറഞ്ഞല്ലോ. അപ്പൊ കോട്ടയത്ത് എന്താ സാഹചര്യം ശ്രീകൃഷ്ണൻകുട്ടി? അല്ല, ബിനോയോട് എനിക്ക് പറയാനുള്ള അല്പം ദയവ് കാണിക്കണം. 11 കൊണ്ടുപോകരുത്, ഒന്നെല്ലാം ഞങ്ങൾക്ക് തരണം. കോട്ടയത്ത് കൊടുക്കുമോ, അങ്ങോട്ട് തിരിച്ചു കൊടുക്കുമോ? കോട്ടയം എന്ന് പറയുന്നത് പിന്നെ LDF-ന്റെ ഒരു ശക്തി കേന്ദ്രമൊന്നും അല്ല. LDF-ന് ഉള്ള സീറ്റുകളുടെ എണ്ണം അറിയാമല്ലോ. ഇവിടെ പ്രധാനമായിട്ടും ഇടതുപക്ഷത്തില് കേരള കോൺഗ്രസും ഒക്കെയാണ് കൂടുതൽ സീറ്റുകൾ ഉണ്ടാവാറുള്ളത്. കോൺഗ്രസിനൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറച്ചും കൂടെ തല മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്രാവശ്യം നിലനിർത്തുകയോ ചിലപ്പോൾ കൂടുതൽ കിട്ടുകയോ ചെയ്യാനുള്ള സാധ്യത എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ശരി, അപ്പൊ ഇന്ന് നമുക്ക് സമയം അവസാനിച്ചതുകൊണ്ടാണ് നമുക്ക് നാളെ എല്ലാം കൂടി വിശദമായി ചർച്ച ചെയ്യാം. അപ്പോൾ എനിക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യേണ്ട ഒരു സമയമായി. ശ്രീ കൃഷ്ണൻകുട്ടി മണിമല ഏതായാലും ഇന്ന് സംസാരിച്ചു. അപ്പോൾ ഞാൻ ഈ വിഷയം യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ ഞാനൊരു ചോദിച്ചൊരു ചോദ്യം, ഈ GCC രാജ്യങ്ങളെ മുൻനിർത്തിയാണോ ഇറാൻ അമേരിക്കയോട് വിലപേശുന്നത്, അതിനെ ആക്രമിക്കുമെന്ന് ഭയപ്പെടുത്തിയാണോ എന്ന് ചോദിക്കുമ്പോൾ വലിയൊരു വിഭാഗം ആളുകൾ, ഏതാണ്ട് 83% ആളുകൾ ഈ GCC രാജ്യങ്ങളെ ആക്രമിക്കാൻ കഴിയുമെന്ന ഇറാൻ്റെ ഒരു ശേഷിയാണ് അമേരിക്കയോട് വിലപേശാൻ അവർക്ക് ഈ ധൈര്യം കൊടുക്കുന്നത് എന്നൊരു അഭിപ്രായം മുന്നോട്ട് വയ്ക്കുകയാണ്. ഏതായാലും ഈ സംഘർഷത്തിൻ്റെ അവസാന ഫലം എന്തുമാകാം. ഒരു കാര്യം പക്ഷേ വ്യക്തമാണ്, യുദ്ധം ഒരിക്കലും ഒരു സ്ഥിര പരിഹാരമല്ല. ശക്തിപ്രകടനവും ഭീഷണിയും താൽക്കാലിക മേൽക്കോയ്മ നൽകിയേക്കാം. എന്നാൽ ദീർഘകാല സമാധാനം സാധ്യമാക്കുന്നത് സംവാദത്തിലൂടെയും നയതന്ത്രത്തിലൂടെയുമാണ്. സംഘർഷം അവസാനിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം എല്ലാ രാജ്യങ്ങൾക്കും ഒരുപോലെയുണ്ട്. ഓരോ മിസൈലുകൾ വീഴുമ്പോഴും നഷ്ടമാകുന്നത് ഒരു കഷ്ണം ഭൂമിയല്ല, അത് മനുഷ്യൻ്റെ സ്വപ്നങ്ങളാണ്, മാനവരാശിയുടെ ഭാവിയാണ് അവിടെ തകരുന്നത്. അവസാനം വിജയം ആരുടേതെന്ന് ഒരുപക്ഷെ ചരിത്രം രേഖപ്പെടുത്താം. പക്ഷേ സമാധാനം ഉറപ്പാക്കിയത് ആരാണ് എന്ന് മാത്രമേ ലോകം ഓർക്കുകയുള്ളൂ. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.